ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഓഫീസ് കോർഡിനേറ്റർ. മെയിനായിട്ട് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മഴവെള്ളത്തിൻ്റെ അളവുകൾ നമ്മളിപ്പം നമ്മുടെ മീനച്ചിലാറ് ബന്ധപ്പെട്ട ഒരു 8 പഞ്ചായത്തുകളിൽ നമ്മൾ മഴമാപിനികൾ വിതരണം ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ദിവസവും അതിന് വോളണ്ടിയേഴ്സ് രാവിലെ 8:30-ക്ക് ഇതിൻ്റെ അളവ് പറയും. അത് നമ്മളിവിടെ ഡോക്യുമെൻ്റ് ചെയ്യുക. എന്നിട്ട് അത് ഒരു മാപ്പായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഡോക്യുമെൻ്റായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്യും. അപ്പോൾ അത് ആവശ്യക്കാർക്ക് അത് ഉപയോഗിക്കാം, നമ്മുടെ ഗ്രൂപ്പുകളിൽ ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിക്കാം. പബ്ലിക്കായിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ അത് സൗജന്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അത് ഇപ്പോൾ പഞ്ചായത്തിന് പറയുകയാണെങ്കിൽ പഞ്ചായത്തിന് അവർക്ക് പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിനോ ഇല്ലെങ്കിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനൊക്കെ ഇത് പ്രയോജനപ്പെടും. പിന്നെ അതിൽ പൊതുജനങ്ങൾക്ക് മഴയുടെ ശക്തി അറിയാനോ അല്ലെങ്കിൽ കർഷകർക്ക് മഴയുടെ രീതി അറിയാനും ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയിൽ നമ്മൾ കൊടുക്കുന്ന ഈ കാലാവസ്ഥ മുന്നറിയിപ്പുകളെല്ലാം ആളുകൾ ഇത് അവർക്ക് പ്രയോജനകരമായിട്ട്. ഇവിടെയുള്ള ജനങ്ങൾക്ക് മഴയെ എത്ര പേടിയാണ്? മഴ പേടിയൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പം കാലാവസ്ഥ പഴയ പോലെയല്ല. നമുക്ക് പണ്ട് കാലവർഷം എന്നൊക്കെ കൃത്യസമയത്ത് ഇന്ന ഡേറ്റ് വരുമെന്നറിയാം. പക്ഷെ ഇപ്പോൾ അതല്ല, ഓരോ ദിവസവും വ്യത്യസ്തമായിട്ട്. അതുമല്ല എപ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടാകുന്നതെന്നൊന്നും അറിയാൻ പറ്റിയത്? ഇല്ല, അത് പറയാൻ പറ്റില്ല. ഇപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഈ ഡേറ്റ നമുക്ക് കൊടുക്കാം. അതനുസരിച്ച് അത് അറിവുള്ളവർ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് വേണ്ട രീതിയിലുള്ള അവലോകനം കൊടുക്കാൻ പറ്റും. വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഭൂമിക്കുള്ളത്? ഭൂമിക്ക് മെയിനായിട്ട് നേറ്റീവ് വിൻഡോ ഉണ്ട്. നമ്മൾ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള അവിടെ വിപണികൾ ഉണ്ട്. പിന്നെ നമ്മൾ വിത്തുകിട്ടുക എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു പ്രോഗ്രാമാണ്. അത് ആ പ്രദേശത്തുള്ള വിത്തുകളും തൈകളും നമ്മൾ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ കൊണ്ടുവന്നിട്ട് അത് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. അതൊരു ബയോഡൈവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ തനതായിട്ടുള്ള ചില വിത്തുകളും തൈകളും ഈ പ്രദേശത്തുള്ളവർക്ക് ആവശ്യക്കാർക്കെല്ലാം എടുക്കാം. അവർക്ക് വേണ്ടവർക്ക് പുതിയത് കൊണ്ടു കൊടുക്കാം. ഇങ്ങനെ അത് നമ്മളിപ്പോൾ ഏകദേശം 125 വിത്തുകെട്ടുകൾ ഈ പഞ്ചായത്തിലും അടുത്ത പഞ്ചായത്തിലും നമ്മൾ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിപ്പോഴും തുടർന്നു കൊണ്ടുപോകും. അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ 125 കഴിഞ്ഞു. ഇപ്പോൾ 126-ാമത്തെ അടുത്ത 22-ാം തീയതി നമ്മൾ കൂട്ടിക്ക് വെച്ച് നടത്തുന്നുണ്ട്. കൂട്ടിക്ക് പഞ്ചായത്ത്. ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റായിട്ട് ടൈപ്പ് എങ്ങനെയാണ്? ഇത് ഗവൺമെൻറ്, ഇത് പ്യൂർലി ഒരു NGO ആണ്. ഗവൺമെൻറ്റുമായിട്ട് ഇപ്പം ഗവൺമെൻറ് ചില പ്രോജക്റ്റുകളൊക്കെ അല്ലെങ്കിൽ ചില ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് നമുക്ക് കിട്ടുന്നില്ല. ഏത് വർഷം ഇത് രജിസ്റ്റർ ചെയ്തത്? ഇത് ഇപ്പോൾ 22-ാമത്തെ വർഷത്തിലേക്ക് കിടക്കുക. എത്ര സ്റ്റാഫുണ്ടോ അവിടെ? സ്റ്റാഫ് എന്ന് പറയാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. ഓഫീസ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ. ബാക്കി അവർ ഭൂമികയുടെ ആൾക്കാർ തന്നെ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യാം. വോളണ്ടിയേഴ്സ് എത്ര പേരുണ്ട്? നമ്മൾ മഴമാവിനിയുടെ തന്നെ 250 അടുത്ത വോളണ്ടിയേഴ്സ് ഉണ്ട്. പിന്നെ കാവൽമാടെന്ന് പറഞ്ഞാൽ പല പല പ്രോഗ്രാമുകളുണ്ട്. അതെല്ലാം കൂടെ വരുമ്പോൾ 200-300 ആൾക്കാർ വരും. ഫണ്ട് വേറെ പുറത്തുനിന്ന് വരുന്നില്ല? ഇല്ല, ഫണ്ട് ഇപ്പം ഇല്ല. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇപ്പം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വഴി ചോദിക്കുന്നുണ്ട്. അപ്പം പുതിയ പുതിയ പ്രോജക്റ്റുകൾ നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് പുതിയ പ്രോജക്റ്റുകൾ നമ്മൾ ആലോചന ചെയ്യുന്നുണ്ട്. വിത്തുകുട്ടയിൽ ഏതൊക്കെ വിത്തുകളാണ് സാധാരണ വരാറുള്ളത്? ഇപ്പം നമ്മൾ വിത്തുകൾ, പയറിനങ്ങൾ, പല സൈസ് പയറിനങ്ങൾ, പിന്നെ ഇവിടെ നമ്മുടെ നാട്ടുകളിൽ ഒരുപാട് പിന്നെ കൂടുതലും പച്ചക്കറികളാണ്. പച്ചക്കറി വിത്തുകൾ, പിന്നെ അല്ലാതെ മരുന്നുകൾ, നമ്മൾ ചില സ്ഥലങ്ങളിലൊന്നും കാണാത്ത പ്രത്യേക മരുന്നുകൾ, മരുന്നിൻ്റെ പേര്, അങ്ങനെ ചെടികൾ, പിന്നെ ഫലവൃക്ഷ തൈകൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ജേക്കബ് സ്ഥാനമായിട്ട് സ്നേഹിക്കുന്ന വോളണ്ടിയേഴ്സ്, നമ്മളെ മഴയുടെ തോത് അറിയുന്നതിന് വേണ്ടി
കാലാവസ്ഥയെ വ്യതിയാനം ഒക്കെ അറിയുന്നതിന് വേണ്ടിയുള്ള മലമ്പാമ്പനി തമിഴ്നാട് പഞ്ചായത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏറ്റവും മുൻകൈ എടുത്ത നമ്മുടെ ഇബി ഉണ്ണിക്കുടവാണ്. അദ്ദേഹം എന്നോട് പല പ്രാവശ്യം നേരിൽ കാണുകയും ഫോണിൽ കൂടി ബന്ധപ്പെടുകയും ഇങ്ങനെ സംവിധാനം നിലവിലുണ്ട്, അത് നമ്മുടെ നമ്മുടെ പഞ്ചായത്തിൽ, അതുപോലെ സമീപ പഞ്ചായത്തുകളിലും കോട്ടയം വരെയുള്ള മുഴുവൻ പ്രദേശങ്ങളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒക്കെ വളരെ പ്രയോജനം ലഭിക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ മുൻകൈയെടുത്തത്. ഇതൊക്കെ വളരെ പ്രയോജനകരമായ ഒരു സംവിധാനമാണ്. നമ്മൾ മഴക്കാലമാകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ താഴ്ന്ന പ്രദേശങ്ങളായ ഇടിച്ചിലാറിലൊക്കെ പെട്ടെന്ന് വെള്ളം പൊങ്ങുകയും വളരെയധികം അപകടങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ഇതിന് മുന്നിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു മോചനം ലഭിക്കത്തക്ക രീതിയിൽ ഇങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പ് നമ്മുടെ മലമ്പാമ്പനിയുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ റോഡിലും പള്ളിയിലും റോഡുകളും സ്ഥാപിച്ചു കഴിയുമ്പോൾ മഴയുടെ തോത് നമുക്ക് യഥാസമയം നമുക്ക് അറിയുവാനും അത് നമുക്ക് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒരു മുന്നറിയിപ്പായിട്ട് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് വളരെയധികം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് ഇതുപോലുള്ള സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നതിൽ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന എ വി ഉണ്ണിക്കുടത്തിന്റെയും ടീമിനെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ജോസഫ് സാറാണ് എപ്പോഴും എന്നെ ഫോണിൽ വിളിച്ച് പറയും, സ്വന്തം ഇങ്ങനെ വോളണ്ടിയേഴ്സിനെ സംഘടിപ്പിക്കണം, അവരുടെ ട്രെയിനിങ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ ആത്മാർത്ഥം കൂടി ജോസഫ് സാറ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ സ്വീകരിക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ ഒരു ആറ് വാർഡില് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന. അപ്പോൾ ഓരോ ദിവസവും പെയ്യുന്ന മഴയുടെ അളവ് നമ്മൾ രേഖപ്പെടുത്തി അത് നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിക്കുവാനുള്ള ഒരു ക്രമീകരണം എന്ന രീതിയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലേക്ക് അതിന്റെ മറ്റു കാര്യങ്ങൾ, വിശദമായ കാര്യങ്ങളൊക്കെ ഇവയും സംസാരിക്കുന്നതാണ്. അതൊക്കെയാലും ഇന്നിവിടെ ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുക്കാനിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമുക്ക് പഞ്ചായത്തിന്റെ 14 വാർഡുകളിലും 14 വാർഡ് നമ്മൾ 15 വാർഡാക്കാൻ സാധിച്ചില്ല. മുഴുവൻ വാർഡുകളിലും നമുക്ക് ഈ മലമ്പാമ്പനി നമുക്ക് സ്ഥാപിക്കണം. അതിലൂടെ നമുക്ക് നമ്മുടെ ദുരന്തങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. വിട്ടുവിട്ടാണ് ഒരു നിർത്തണം എന്ന് എടുത്താൽ പോരാ. ഈ വാർഡ് വൈസ് നമ്മൾ അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. മഴ പെയ്യുന്നതിന് വാർഡ് വൈസ് അർത്ഥമില്ല, മോണിറ്ററിങ്ങിന് അർത്ഥമില്ല. പക്ഷേ വാട്ടർ ഷെഡ് എന്ന് പറയുമ്പോൾ ഒരു പഞ്ചായത്തിൽ 3 എണ്ണം കൊണ്ട് തീരും. പക്ഷെ അത് പോരാ. നമുക്ക് പല മലയോരങ്ങളിൽ പെയ്യുന്ന മഴ ആണ് വളരെ ശീഘ്രം. അത് ചിലപ്പോൾ ഒരു അടിവാരത്ത് പെയ്യുന്ന മഴ പെരുമുളത്ത് പെയ്യണമെന്നില്ല, പെരുമുളത്ത് പെയ്യുന്ന മഴ തൊട്ട് താഴെ ചട്ടമ്പിയിൽ പെയ്യണമെന്നില്ല, ചിലപ്പോൾ തൊട്ടപ്പുറത്ത് പെരുമുളത്ത് പെയ്യുന്ന അതിതീവ്ര മഴയായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഒരു വിഷ്വലൈസേഷൻ ആൻഡ് അനാലിസിസ്, അതിൽ നിന്ന് പ്രഡിക്ഷൻ, ഇതിലേക്ക് പോകണമെങ്കിൽ നമുക്ക് സബ് വാട്ടർ ഷെഡുകൾ ആൻഡ് മൈക്രോ വാട്ടർ ഷെഡുകൾ, ഉപനീർത്തടങ്ങളും സൂക്ഷ്മ നീർത്തടങ്ങളും കേന്ദ്രീകരിക്കേണ്ടി വരും ചിലപ്പോൾ. അതുകൊണ്ടാണ് കിഴക്കൻ മേഖലയിൽ പൂഞ്ഞാത്തക്കേക്കർ പഞ്ചായത്ത് നന്ദിയോടെ ഓർക്കാതെ വയ്യ 50 മഴവാതിനിയാണ് എന്ന് വെച്ചാൽ 350 രൂപയുടെയാണ്. സാധിക്കുമായിരുന്നു. അന്ന് കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി ഭയപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സെക്രട്ടറിയാണ്. പക്ഷേ നമ്മളെ വിശ്വസിച്ച് ഓഡിറ്റ് ഒബ്ജക്ഷനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് 50 എണ്ണം വാങ്ങിത്തരാൻ ഇവിടെ ഒരിക്കലും സമ്മതിക്കേണ്ട ആളാണ്, അത്രയും ശ്രദ്ധിക്കുന്ന ആളാണ്. പക്ഷേ അത് കിഴക്കൻ മേഖലയിൽ നമ്മൾ മൈക്രോ വാട്ടർ ഷെഡ് വരെ നമ്മൾ സ്ഥാപിച്ചാലേ ഇതിൻ്റെ മാറ്റങ്ങൾ നമുക്കറിയാൻ പറ്റുള്ളൂ മഴയുടെ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മിനിമം എല്ലാ വാർഡിലും അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നത് ഇനി 8 എണ്ണം ഒന്നിച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ റിവിഷൻ പ്രൊജക്റ്റിൽ 4 എണ്ണം. പക്ഷേ ഇതിനൊക്കെ ഒരിക്കലും ഒരു ഒബ്ജക്ഷനും പ്ലാനിംഗ് ബോഡിയിൽ നിന്നോ DPC-ന്നോ വരികയില്ല. അവർ അപ്രീഷിയേറ്റ് ചെയ്തേ ഉള്ളൂ, അവർ പൂർണ്ണമായും ഇതിനെ വെൽക്കം ചെയ്തു. അതെ, അങ്ങനെ വന്നൊരു ഗുണം ഈ പുതിയ മോഡൽ, ഇപ്പോൾ നമ്മൾ മോഡൽ 2 എന്നാണ് ഇതിനെ വിളിക്കുന്നത്, ഏറ്റവും ആധികാരികമായ. കാരണം മറ്റേത് ചെറിയൊരു എററുണ്ട്. ആ എററിനെ നമ്മൾ പരിഹരിക്കുന്നത് മുമ്പ് ഞാൻ പറഞ്ഞ CWRDM-ലെ സയൻറ്റിസ്റ്റ് ഡോക്ടർ സെലീം മാഡം നമ്മളോടൊപ്പം റിസർച്ചിന് വന്നിരുന്നു ഈ ഡാറ്റ ഉപയോഗിച്ചു. അപ്പോൾ ആൾക്ക് തോന്നി എന്തോ ചെറിയ പ്രശ്നം അതിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷറിംഗ് ജാറും ഇതിൻ്റെ ഇക്വേഷനൊക്കെ തമ്മിലുള്ള ഡയമീറ്ററൊക്കെ തമ്മിലുള്ള ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഇത്തരം റെയിൻ ഗേജ് ഞങ്ങൾക്ക് അവർ ആദ്യം വാങ്ങി തന്നു ഫ്രീ ആയിട്ട്. അതും സാധാരണ 350 റെയിൻ ഗേജും കൂടി 8 മാസത്തോളം നമ്മുടെ വോളണ്ടിയർമാർ ഡാറ്റ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ സെലീം മാഡം തയ്യാറാക്കിയ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് സെയിൻറ്റ് ഗീറ്റ്സ് കോളേജ് പാത്താമുട്ടത്തിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ ജോസഫ് ചെയ്തു തന്ന ഒരു കാൽക്കുലേറ്ററിലാണ് ഇപ്പം നമ്മൾ ആ റെയിൻ ഗേജുകളെ രക്ഷിച്ചു തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വന്നത്.
അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരം ആധികാരികമായ റെയിൻ ഗേജ് എല്ലാ വാർഡിലും വിളിക്കുന്ന ആദ്യ പഞ്ചായത്തായി തിരുനാട് മാറും. ഇനി എല്ലാവരും അത് ചെയ്യും, സ്വാഭാവികമായി എല്ലാവരും അത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അടുത്ത റിവിഷൻ പ്രൊജക്റ്റിൽ ഒരു 8 എണ്ണം കൂടി വെച്ചാൽ ഒരു 50,000 താഴെയല്ലേ വരുള്ളൂ. 84, 32, അപ്പോൾ ഒരു 32-35,000 രൂപയിൽ അത് തീരും 8 എണ്ണം കൂടി മേടിച്ചു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ മുക്കാലടി പാലം, അത് തിരുനാട് പഞ്ചായത്തിൻ്റെ ഏരിയയാണ്. മുക്കാലടി പാലത്തിൽ ഒരു സ്കെയിൽ വരെയും കൂടെ വന്നാൽ പനക്കപ്പാലം ഒരു പ്രത്യേക ജംഗ്ഷനാണ്. ഈ ഫ്ലഡിൻ്റെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു പ്രദേശമാണ് പനക്കപ്പാലം. റോഡിൽ വെള്ളം കയറിയൊക്കെ ചെയ്യുന്ന. അപ്പം നമ്മുടെ കൂടെ TM ജേക്കബ് മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് മണിമലക്കുന്നിലെ കുട്ടികൾ ഇന്റേൺഷിപ്പിന് കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായിരുന്നു. അവർ ഏർലി ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഫോർ മീനച്ചിൽ റിവർ എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്ട്രാറ്റജി കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. നമ്മൾ ആറ്റിൽ സ്കെയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ അവർ കരയ്ക്ക് കയറിയ വെള്ളത്തിൻ്റെ മാർക്കിങ്ങും അത് ഏത് വെള്ളം പുഴയിൽ വന്നപ്പോൾ കരയിൽ കയറിയെന്നൊക്കെ ഉള്ള ഒരു നിരീക്ഷണമൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പനക്കപ്പാലം അത്തരത്തിലൊരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ഈ പറയുന്ന നമ്മളിപ്പോൾ നമ്മുടെ മഴ മുന്നറിയിപ്പുകൾ ഗ്രൂപ്പിൽ പോകുമ്പോൾ ചെത്തിവറ്റം 3 അതിനെ നമ്മളൊരു പ്രത്യേക പോയിന്റ് ആക്കുന്നുണ്ട്, വെള്ളം എങ്ങനെ കയറി വന്നു. അപ്പോൾ അത് നമുക്ക് പനക്കപ്പാലത്ത് മുക്കാലടി പാലത്തെ തിരുനാട് പഞ്ചായത്ത് ഒരു സ്കെയിൽ വരയ്ക്കാൻ തയ്യാറായാൽ 4,500-5,000 രൂപയിലത് തീരും. അപ്പോൾ ആ ഒരു സ്കെയിലും പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ആവശ്യം കളത്തൂക്കടവിലാണ്. അത് നമ്മൾ KSDMAയോട് സംസാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പഞ്ചായത്ത് കളത്തൂക്കടവ് വരുന്നത് തലപ്പുരത്തിൻ്റെ ആണോ, മൂന്നിലവിൻ്റെ ആണോ, വേലിയാവിൻ്റെ ആണോ? അത് സംസാരിക്കണം. അപ്പൊ അവരുടെ ഒരു പ്രശ്നം ഓൺ ഫണ്ട് ഇല്ലാത്ത പഞ്ചായത്തുകളാണ്. ഇത്രയും പാറകൾ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ഒരു പഞ്ചായത്തിന് ഓൺ ഫണ്ട് ഇല്ല. എന്നിട്ട് അവർക്കൊന്നും കിട്ടുന്നില്ല, ഇങ്ങനെ പോവല്ലേ. പഞ്ചായത്തിന് കിട്ടാൻ പ്രൊവിഷൻ ഇല്ല. ലൈസൻസ് ഫീ ഒക്കെ ഓൺ ഫണ്ട് ഇല്ല. നമ്മൾ സംസാരിച്ചു. ഇതാണ് അതിൻ്റെ. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവോ? ഈ തിരക്കിനിടയിൽ ഇതിൽ ബുദ്ധിമുട്ടാവുന്നുണ്ടോ? ഇവർക്ക് ഞങ്ങൾ ചെന്ന് പറഞ്ഞു കൊടുത്തു. അന്നേരം ഒരു ധൃതിയിട്ട് ഓടി ഇത് വീടിനുള്ളിൽ നമ്മൾ വെക്കുവാണ് ചെയ്യുന്നത്. ഇതിനുള്ളിൽ ഇത് ഞാൻ കാണിച്ചില്ല, അത് പെട്ടെന്ന് ഒരു മിനിറ്റ്. അതായത് ഇത് കളക്ഷൻ ജാറാണ്. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് റെയിൻ ഗേജ്. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ വെക്കും. നമ്മുടെ ആദ്യകാലത്തെ റെയിൻ ഗേജിന് കളക്ഷൻ ജാർ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കവർ ഒന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ വെക്കുന്നു. ഈ വാലി ഇതിനുള്ളിൽ വരണം. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു പോകാം, ദിനേശ് പറഞ്ഞു പോകട്ടെ. ഇത് ഇതിനുള്ളിൽ വെക്കും. അപ്പോൾ ഈ ഒരു ഡയമീറ്ററിൽ വീഴുന്ന വെള്ളം ഈ കളക്ഷൻ ജാറിനുള്ളിൽ നമ്മൾ കളക്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇതിങ്ങനെ വെക്കുന്നു, ഇത് നമ്മൾ ലോക്ക് ചെയ്യും. 24 hours ആണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് മോണിറ്ററിങ് ടൈം. ഒരു ദിവസം ഇതിപ്പോൾ ഒരാൾക്ക് കൊടുത്തയച്ചാൽ ആൾ രാവിലെ 8:30-ക്കാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. പിറ്റേ ദിവസം രാവിലെ 8:30-ക്കാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഇത് വീടിനുള്ളിൽ സുരക്ഷിതമായി വയ്ക്കും. ഇത് തന്നെ 1,200 രൂപയോളം വിലയുള്ള നമ്മുടെ ആദ്യകാലത്തെ മെഷറിംഗ് ജാർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ മാത്രം അളക്കാവുന്ന ഒരു പ്ലാസ്റ്റിക് ഉപകരണമാണ്. അത് നമുക്കറിയാം, ഉപയോഗിച്ചോർത്ത് അത് പൊളഞ്ഞാണ് ഇരിക്കുന്നത്. അതാണ് ഇവർ ഈ പറയുന്ന മെഷർമെൻറ്റിൽ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യത. ചൂട് വന്നാൽ അത് പെയിൻറ്റ് വെച്ചാൽ പൊളയാം. ഇതിന് ആ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇത് ഓരോന്നും 2-2-2 ആണ്. അപ്പോൾ ഒരു 5-2 കഴിയുമ്പോൾ കാണുന്നത് 1 മില്ലിമീറ്റർ മഴയാണ് ഈ വലിയ ലൈൻ. പിന്നെ ഉള്ളത് 1.2, 1.4, 1.6, 1.8 and 2. അപ്പോൾ അതിതീവ്രമായ മഴ പെയ്യുമ്പോൾ അത് 200 വരെ, 200 മേളിലൊക്കെ പോകാം. അപ്പോൾ അതാണ് അതിതീവ്ര മഴ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരുടെയും ജിയോ ഫൈൻഡർ ലൊക്കേഷൻ എടുത്താണ് പോണേ ഓരോ വീഡിയോ. അത് തയ്യാറാക്കിയത് വിഘ്നേഷാണ്. സ്വന്തം ആപ്പാണ്. വിഘ്നേഷ് തന്നെ തയ്യാറാക്കിയ MRPC മീനച്ചിൽ റിവർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ജിയോ ഫൈൻഡർ. അതിപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. നമുക്ക് വേണ്ടി തന്നെ ചെയ്ത ഒരു സാധനമാണ്. അപ്പോൾ അത് നമ്മൾ ഫോണിൽ ഇട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് ലൊക്കേഷൻ കിട്ടും, അക്ഷാംശ ദശാംശ വെച്ചോണ്ടുള്ള. അപ്പോൾ ഒരു ഗുണം ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുകാർക്കോ ഫയർ ആൻഡ് റെസ്ക്യൂവിനോ മുമ്പൊക്കെ നമ്മളതും ജിയോ ടാഗ് ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ ലാൻഡ് സ്ലൈഡുകൾ മഴയുണ്ടായപ്പം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങൾ ജിയോ ടാഗ് ചെയ്ത് വെച്ചാൽ അവിടെയാണ് 200 മില്ലിമീറ്റർ പെയ്തത് എങ്കിൽ പെട്ടെന്ന് തന്നെ ഈ അലേർട്ടുകൾ കൊടുക്കാനും അവർക്ക് ഈ ലൊക്കേഷൻ ഓണാക്കി അവിടെ കൊണ്ടേ വണ്ടി എത്തിക്കാനും. പരിചയമില്ലാത്തവരൊക്കെ ആയിരിക്കും, നാട്ടുകാരൊന്നും ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ആളുകൾ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രയോജനം. അപ്പോൾ നമുക്ക് ഇത് പിന്നെ ഒരു കാര്യം നമ്മളിങ്ങനെ ചെയ്യും.
മറ്റേതൊക്കെ ഇതങ്ങനെ മറിഞ്ഞൊന്നും പോകത്തില്ല. മറിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്ത് വീണ്ടും വെക്കണം. അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് ചിലപ്പോൾ 2 ദിവസത്തെ മെഷർമെൻറ്റ് നഷ്ടപ്പെടാം. പിന്നെ വൈകുന്നേരങ്ങളിൽ അതിതീവ്രമായി മഴ പെയ്യുമ്പോൾ അതൊരു തരത്തിലും സമ്മർദ്ദങ്ങളില്ല, നിർബന്ധിക്കുകയില്ല. പക്ഷേ ഇന്ന് വൈകിട്ട് അസ്വാഭാവികമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ചോദിക്കും, ഒരു 1 മണിക്കൂറിൽ എത്ര മഴ പെയ്തു എന്നുള്ള വിവരം തരാമോ? അപ്പോൾ അതൊന്ന് ഒരു കുടയും ചൂടി പോയി, അല്ലെങ്കിൽ മഴ ഒതുങ്ങുമ്പോൾ ഒന്ന് നോക്കി, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്ന് വൈകിട്ട് പെയ്ത മഴ ഒരു 150 ആണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ടീം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. ഇപ്പോൾ മീഡിയ, മാതൃഭൂമി, മനോരമ എല്ലാം രാത്രി 11:30 വരെ നമുക്ക് സമയം തന്നിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന അലേർട്ടുകൾ അവർ പബ്ലിഷ് ചെയ്യും. വലിയ മഴക്കാലത്ത് ജലരേഖ എന്ന് പറഞ്ഞ ഒരു പന്തി തന്നെ കോളം മാതൃഭൂമി തുടങ്ങിയത് നമ്മളെക്ക് വേണ്ടിയാണ്. അപ്പോൾ എന്താണ് സാഹചര്യങ്ങൾ, എത്ര ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് പിന്നെ നമ്മൾ തെക്ക് വടക്ക് ദിശയിൽ നേരിട്ട് സൺലൈറ്റ് അടിക്കാത്ത സ്ഥലങ്ങളിൽ ഭിത്തിയിലൊക്കെ സൂക്ഷിക്കുകയും, ഇത് യഥാർത്ഥത്തിൽ ഈ 3000 രൂപയുടെ ഇൻസ്ട്രുമെന്റ് സ്ഥാപിക്കുന്നത് ശാസ്ത്രീയമായി സ്റ്റീവൻസൺസ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റിനുള്ളിലാണ്. അതിന്റെ വില 30,000 രൂപയാണ്. പക്ഷേ നമുക്കത് സാധിക്കത്തില്ല. ഈ CWRDM സയന്റിസ്റ്റ് സെലീൻ മാഡം പോലും അദ്ദേഹത്തിന്റെ റിസർച്ച് കൊണ്ടുപോയപ്പോൾ നമ്മുടെ മേഖലയിൽ കൊണ്ടുവന്ന് 4 സ്ഥാപിച്ചിരുന്നു. അങ്ങനെയാണ് നമ്മളിത് പരിചയപ്പെടുന്നത്. ആൾ പോലും സ്റ്റീവൻസൺ സ്ക്രീൻ ഉപയോഗിച്ചില്ല. കാരണം ഫണ്ടിങ് ഉള്ള ആളായിരുന്നു അത്. റിസർച്ച് ഫണ്ടിങ് ഉള്ള ആൾ പോലും ഈ 30,000 അനാവശ്യമായി മുടക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് നമുക്കത് വേണ്ട, സ്റ്റീവൻസൺ സ്ക്രീൻ വേണ്ട. പക്ഷേ സെയിൻറ്റ് ഗീറ്റ്സ് കോളേജിലെ പ്രൊഫസറായിട്ടുള്ള ജൂബിലന്റ് പനച്ചീർപ്പാറ താമസിക്കുന്ന ആളാണ്, കിഴക്കേത്തോട്ടം. അദ്ദേഹത്തിൻ്റെത് നമ്മൾ റെഫറൻസ് സെൻ്റർ ആയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ മഴമാവിനിയുണ്ട്, പുഴമാവിനിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ താഴെ സ്കെയിൽ വരച്ചിട്ടുണ്ട്, അവിടെ തെർമോമീറ്ററുണ്ട്. അപ്പോൾ ആളതിനെ ഒരു ബോക്സൊക്കെ ഇപ്പോൾ ആ ശരിയെ വെച്ച് ഇതിന് വേണ്ടി തന്നെ ഉണ്ടാക്കി, ഒരു ഓപ്പൺ ബോക്സ്. പക്ഷെ നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അതുപോലും ചിലപ്പോൾ ചൂടിനെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെ ബാധിച്ചേക്കാം എന്നുള്ളതുകൊണ്ട്. അപ്പം അങ്ങനെ വല്ലപ്പോഴുമെങ്കിലും നമുക്ക് ഈ വൈകുന്നേരം ഒന്ന് ആവശ്യപ്പെടുമ്പോൾ അത് പ്രധാനമായും പ്രളയ മുന്നറിയിപ്പാണെന്ന് കരുതി തന്നെ ഇത് മനുഷ്യരെ സഹായിക്കും, അവർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിശ്വസിച്ച് തന്നെ തരാൻ മനസ്സ് കാണിക്കണം. സാധിച്ചില്ലെങ്കിലും എന്തുകൊണ്ട് തന്നില്ല എന്നൊന്നും ആരും ചോദിക്കത്തില്ല. നിങ്ങളുടെ സാഹചര്യം അങ്ങനെയായിരുന്നു എന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിക്കുകയുള്ളൂ. അങ്ങനെ അളന്നാൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം പിറ്റേ ദിവസം അളക്കുമ്പോൾ പ്ലസ് ആണ്. അതെ, രാവിലത്തെ അളവും അതും കൂടി ചേർത്ത് വേണം ഇടാൻ. അതാണ് എൻ്റെ. മുംബൈയിലൊക്കെ വന്നത് വന്നതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലായി. അപ്പൊ അതില് പിന്നെ സന്ധ്യാപുരം പറഞ്ഞതിനകത്ത് ഒരു കാര്യം, അപ്പൊ നമ്മുടെ ഈ മഴയളവ് കൊണ്ടും ഓടുകയില്ല. അപ്പോഴാണ് നമ്മുടെ റിയൽ ടൈം വോളണ്ടിയേഴ്സ്, നമ്മുടെ കൂടെ 100 കണക്കിന് റിയൽ ടൈം വോളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ഇത് നമ്മുടെ ഈ നെറ്റ്വർക്ക് വരുന്നതിന് മുമ്പ്, മീനച്ചിൽ നദീ മര നിരീക്ഷണ ശൃംഖല വരുന്നതിന് മുന്നേ ഓൺലൈൻ ചാനലുകളെല്ലാം ബ്രേക്ക് ചെയ്യുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഉരുൾപൊട്ടിയതായി സംശയം, അടുത്ത ഉരുൾപൊട്ടിയതായി സംശയം. പക്ഷെ നമ്മൾ ആ സാധനം പൊളിച്ചു കളഞ്ഞു. അതായത് അത് മുഴുവൻ മലയിടിച്ചിലുകൾ മാത്രമല്ല, പലതും ഒരു 90% ഉരുൾപൊട്ടല്ല അല്ലേ, അതായത് വെള്ളം തങ്ങി നിന്നിട്ട് ഇങ്ങി പോകുന്നതായിരുന്നു. അപ്പോൾ പിന്നെ ഉള്ളത് നമുക്ക് പിന്നീട് ശാസ്ത്രീയമായി തന്നെ പറയാൻ കഴിഞ്ഞു, ക്ലൗഡ് ബേഴ്സ്റ്റിംഗ് ആണ്. ലഘു മേഘസ്ഫോടനങ്ങളാണ്. അതിനെ ഒരു ഉരുൾപൊട്ടൽ എന്ന് വ്യാഖ്യാനിച്ചിട്ടുള്ള അത്തരം ഈ പെട്ടെന്ന് ഹിറ്റ് കിട്ടാൻ വേണ്ടി വായനക്കാരെ പെട്ടെന്ന് ഇത് ഓപ്പൺ ചെയ്യിപ്പിക്കാനുള്ള ആ ശ്രമത്തെ നമ്മൾ പതിയെ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ റിയൽ ടൈം വോളണ്ടിയേഴ്സ് പെട്ടെന്ന് ഒരു ഉരുൾപൊട്ടി. അപ്പോൾ നമ്മുടെ റിയൽ ടൈം വോളണ്ടിയേഴ്സ് പറയും അത് ഉരുളാണെങ്കിൽ ഉരുളാണ്. അപ്പോൾ അവർക്ക് അവരുടെ അനുഭവം വെച്ച് പറയാം, ഈ വെള്ളം എപ്പം ഊഞ്ഞാലും, അല്ലെങ്കിൽ ഈ വെള്ളം എപ്പം തീപ്പോയിലും, ഈ വെള്ളം എപ്പം, അതിന് മഴയളവ് വേണ്ട. അത് റിയൽ ടൈം സ്പോണ്ടേനിയസ് റിപ്പോർട്ടിംഗ് ആണ്, റിയൽ ടൈം വോളണ്ടിയേഴ്സ് ആണ്. അത് നമുക്ക് 100 കണക്കിന് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അതിനെ നമ്മൾ അങ്ങനെ മറികടക്കും. പക്ഷെ അതിനെ വേറെ ഒന്നും ചെയ്യാനില്ല. അതിപ്പോൾ ഒരു ക്ലൗഡ് ബേഴ്സ്റ്റിംഗ് ഉണ്ടായേക്കാം എന്നുള്ളത് നമുക്ക് ഈ IMDയുടെയും KSDMയുടെയും മുന്നറിയിപ്പുകളെ മാത്രം ആശ്രയിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ അത് ഭാവി ഒരു 3 വർഷമെങ്കിലും നമ്മളിത് കറക്റ്റായിട്ട് ക്ഷമയോടെ ചെയ്തുകൊണ്ടിരുന്നാൽ ശാസ്ത്രജ്ഞന്മാർ നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമ്മളോട് പറയും നിങ്ങളെങ്ങനെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഇവർക്ക് ഈ വിവരങ്ങളില്ല. എന്ത് മാത്രം ഹ്യൂമിഡിറ്റിയിലും എന്തുമാത്രം ടെമ്പറേച്ചറിലും നിന്നപ്പോഴാണ് പൂഞ്ഞാർ മേഖലയിൽ അതിതീവ്രമായി മഴ പെയ്തത് എന്നറിയാൻ ഒരു സംവിധാനം ഈ ഗൂഗിളിനെ ആശ്രയിക്കാതെ. ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പം നമ്മളിപ്പോൾ ഒരു ചെറിയ ജാഗ്രത നമ്മുടെ പ്രവർത്തകർക്ക് കൊടുത്തിരിക്കുന്ന ഇതാണ്. വേണുജി നായർ എന്ന് പറയുന്ന സ്വതന്ത്ര കാലാവസ്ഥ നിരീക്ഷണത്തിൽ നിൽക്കുന്ന ഡോക്ടർ വേണുജി നായർ, അദ്ദേഹം പറയുന്നത് ഈ 19, 20, 21 മഴയുടെ നമുക്കതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ ബോധ്യമുള്ളവർ കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പോൾ
ഇപ്പം നമുക്ക് 240ഓളം മഴ വോളണ്ടിയർമാരുണ്ട്. ആദ്യകാലത്ത് വളരെ സാധാരണഗതിയിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. സ്കൂളുകളിൽ കുട്ടികൾ മഴ നോക്കുന്ന 320 രൂപയാണ് അന്ന് വില. പിന്നീട് വന്നിപ്പോൾ 345 രൂപയോളം മാത്രം വിലയുള്ള ഒരു ചെറിയ ഇൻസ്ട്രുമെൻ്റ് കൊടുത്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇപ്പോൾ പഞ്ചായത്തുകളിലൊക്കെ പിന്നീട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു. കിടങ്ങൂർ പഞ്ചായത്ത് ആദ്യം അതിനോട് സഹകരിച്ചു. കാരണം ഇതൊന്നും ഒരു രൂപവും ഇല്ലാത്ത കാലത്ത് നമ്മളോട് സഹകരിച്ചതിന് വിലയുണ്ട്. കാരണം ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുമോ, ഈ ഒരു സാധനം വാങ്ങിച്ച് ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുമോ എന്നൊന്നും ഭയപ്പെടാതെ അത് ചെയ്ത തെരനാട് പഞ്ചായത്ത് സമിതിയെ ഞാൻ ഓർക്കുകയാണ്. അത് 3 വർഷം മുന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ പഞ്ചായത്തുകൾക്ക് കൊടുക്കുമ്പോൾ അത് പരിഗണിക്കാതെ വരുമ്പോൾ ഞങ്ങളൊക്കെ കയ്യിൽ നിന്ന് പൈസ കിട്ടും. ഗ്രൂപ്പിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സുഹൃത്തുക്കൾ മുഖേനയൊക്കെ നമ്മളത് വാങ്ങിച്ചാണ് ഈ അവസ്ഥ വരെ എത്തിയത്. അപ്പോൾ ആ മഴ നിരീക്ഷണത്തിൻ്റെ ഏറ്റവും മുന്തിയ പതിപ്പിൽ നമ്മൾ എത്തി. ഇപ്പം ഇത് 4200ഓളം രൂപ വിലയുള്ള, 16,000ഓളം വിലയുണ്ട് എന്ന് അവർ പറയുന്ന, നമ്മൾ ഒന്നിച്ച് കൊണ്ടുവരാനും ഒരു സ്ഥലത്ത് ഇറക്കി തരുന്നത് കൊണ്ട് 4000 രൂപയ്ക്ക് തരുന്ന മുന്തിയ ഇൻസ്ട്രുമെൻ്റാണ്. നമ്മുടെ ആദ്യത്തെ ഇൻസ്ട്രുമെൻറ്റും കൂടെ വെച്ചാൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ഈ പുതിയ തരം റെയിൻ ഗേജുകൾ തന്നെ 40-50 എണ്ണത്തോളം ആവുന്നു. വയനാടിൽ നമ്മളെ കണ്ടു തുടങ്ങിയ റെയിൻ ട്രാക്കേഴ്സ്, അവർക്ക് പോലും ഇപ്പോൾ 6, 7, 8 ഇത്തരത്തിലുള്ള റെയിൻ ഗേജുകൾ മാത്രമേ ഉള്ളപ്പോൾ നമുക്കിപ്പോൾ ഈ തരം റെയിൻ ഗേജ് തന്നെ 40 എണ്ണമായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ദുരന്ത നിവാരണ അതോറിറ്റി നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ഇത്തരം സംവിധാനങ്ങൾ ഒരുത്തരം തയ്യാറാവും. നമുക്ക് 13ഓളം റിവർ ഗേജുകളുണ്ട്. പൂഞ്ഞാറിൽ, തീക്കോയിൽ, പനച്ചിക്കപ്പാറയിൽ, ഇരാറ്റുപേട്ടയിൽ, ഭരണങ്ങാനം വട്ടോളിക്കടവിൽ, പാലയിലും 2 എണ്ണം, അതേപോലെ തന്നെ അരുണാപുരം വരെ നമ്മൾ ഈ മഴ അതിതീവ്രമായി പെയ്തു വരുമ്പോൾ ആ ഒഴുക്ക്, ആ വോളിയം ഓഫ് വാട്ടർ, ഒഴുകി വരുന്ന വെള്ളം ആറ്റിലെ സ്കെയിലിൽ എങ്ങനെയാണ് ഉയർച്ച ഉണ്ടാക്കുന്നത് എന്ന് നമുക്കിപ്പോൾ കൃത്യമായി പറയാൻ കഴിയുന്ന വിധം നമ്മൾ സജ്ജരായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മലയോരങ്ങളിൽ അപ്രതീക്ഷിതമായി 100 മില്ലിമീറ്റർ, 150 മില്ലിമീറ്റർ മഴ ഒരു സായാഹ്നത്തിൽ പെയ്താൽ ആ മഴ വളരെ പെട്ടെന്ന്, ഇപ്പോൾ തീക്കോയിലൊക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC ജെയിംസ് ചേട്ടനാണ് ഫോട്ടോ എടുത്ത് അപ്പം നമുക്ക് അലേർട്ടുകൾ തരുന്നത്. തലനാട് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി സുധാകരനാണ് ഇന്ന് രാവിലെയും കൂടി ചൊവ്വൂർ ഭാഗത്തെ മഴ അളന്ന് തിട്ടപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇന്ന് പറഞ്ഞതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ഇതിനെ, കാരണം അത് തിരുവനന്തപുരത്തേക്ക് നമ്മളെ വിളിക്കും, കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ മഴയുടെ വിവരങ്ങൾ എന്താണ്, അവരോട് അവിടുന്ന് പ്ലാനിംഗ് ബോഡി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെപ്പോലെ സിറ്റിസൺ സയൻസ്, സാധാരണ പൗരന്മാർ സ്വമേധയാ സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന റെയിൻ ഡാറ്റകളാണ് ഔദ്യോഗികമായി ഉപയോഗിക്കുന്നത്. പലപ്പോഴും രാത്രി 11:30-ക്കും 1:30-ക്കും ഒക്കെ ADM-ഉം കളക്ടറുടെ ഗൺമാനും വിളിക്കും, നിങ്ങളുടെ വിവരങ്ങൾ എന്തുണ്ട്. അപ്പോൾ അതുമാതിരി ജില്ലാ ഭരണകൂടം പോലും അത് നമുക്ക് അവരുടെ പരിമിതികളല്ല, മറിച്ച് ഈ റിയൽ ടൈം സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മാനുവൽ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ഔദ്യോഗിക സംവിധാനങ്ങൾക്കില്ല. അവരിങ്ങനെ കുറച്ച് ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് പീരിയോഡിക് മെയിൻ്റനൻസ് പോലും ഇല്ല. പലപ്പോഴും ഇപ്പോഴത്തെ ടെമ്പറേച്ചറൊക്കെ 44 കാണിച്ചത് മുഴുവൻ തെറ്റായിരുന്നു എന്ന് പിന്നീട് IMD തന്നെ പറയേണ്ടി വന്നു, KSDMA തന്നെ പറയേണ്ടി വന്നു. പീരിയോഡിക് ആയിട്ടുള്ള മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ട് ആ ഉപകരണങ്ങളൊന്നും കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നില്ല. അവിടെയാണ് നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ ഈ വിശ്വസിക്കാവുന്ന ഈ ഉപകരണങ്ങളെ, വിശ്വസിക്കാവുന്ന നമ്മളുടെ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ അളന്ന് തിട്ടപ്പെടുത്തി കൈമാറുന്നു. അപ്പോൾ ഇത് വലിയൊരു പ്രവർത്തനമായി വളർന്നു കഴിഞ്ഞു. ഇതിനെ ദേശീയ അന്തർദേശീയ സമൂഹം ശ്രദ്ധിച്ചു തുടങ്ങി. അതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല, ഇതൊരു ആഗോള പ്രതിഭാസമാണ് കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനം ഇനി കൊണ്ടുവരാൻ പോകുന്ന അപകടങ്ങളും അതിനെ പ്രാദേശിക സമൂഹം എങ്ങനെ മറികടക്കും എന്നും ഒക്കെ ലോക സമൂഹം, ശാസ്ത്രജ്ഞന്മാർ കരുതലോടെ നോക്കുമ്പോൾ അവരിതിനെ പ്രതീക്ഷയോടെ കാണുന്നു, ഈ സന്നദ്ധ പ്രവർത്തനം. അതുകൊണ്ടാണ് ലോകത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ ശാസ്ത്ര മാസികയായ നേച്ചർ, ജർമ്മനി, നേച്ചർ മാഗസിൻ്റെ പ്രതിനിധികൾ അവിടുന്ന് യാത്ര ചെയ്തു വന്ന് നമ്മുടെ ഈ പൂഞ്ഞാറിലും മലയിച്ചിപ്പാറ സ്കൂളിലും ഒക്കെ വന്ന്, ഞാൻ ഈ 2021 ഒരു കഥ പറയാം. നമ്മളുടെ മഴ വിവരങ്ങൾ കൊണ്ട് കോട്ടയം പശുമറ്റം കോളനിയിലെ 100 ചില്ലുവാനം കുടുംബത്തെ രക്ഷിച്ചൊരു കാര്യമുണ്ട്. അന്ന് IMD-യുടെയോ KSDMA-യുടെയോ ജില്ലാ ഭരണകൂടങ്ങളുടെയോ ഒരു മുന്നറിയിപ്പുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ വോളണ്ടിയർമാർ പറയുന്നു, മീനച്ചിൽ, സേവ് മീനച്ചിലിൻ്റെ മഴ വിവരങ്ങൾ അപകടകരമായ വിധം വരുന്നുണ്ട്, നിങ്ങൾ മാറണം. ഗോപു നട്ടാശ്ശേരിയാണ് ഇന്ന് സംസാരിക്കുന്നത്. നട്ടാശ്ശേരിയിലെ നമ്മുടെ മഴ നിരീക്ഷകൻ അദ്ദേഹം. ഗോപു ചെല്ലുമ്പോൾ കോളനിവാസികൾ പറയുന്നു, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ് ഗോപു, ഇതെന്താ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ മാറില്ല. അപ്പോൾ ഗോപു കോട്ടയത്ത് ചെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂവിൽ പറയുന്നു, ഫയർഫോഴ്സുകാരും പറയുന്നു, എന്താ ഗോപു ഇങ്ങനെയൊക്കെ, ഈ മഴയൊക്കെ നമ്മൾ എത്ര കണ്ടതാ, ഈ വെള്ളം എത്ര കണ്ടതാ. പക്ഷേ ഗോപുവിൻ്റെ നിശ്ചയദാർഢ്യവും സങ്കടം പറച്ചിലും കണ്ടിട്ട് ഒരു ഉദ്യോഗസ്ഥൻ, ഗോപുവിനെ അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥൻ മുൻകൈ എടുത്ത് പോലീസിനെയും കൂട്ടി ഫയർ ആൻഡ് റെസ്ക്യൂ വന്ന് പശുമറ്റം കോളനിയിലെ ആളുകളെ നിർബന്ധപൂർവ്വം അവിടുന്ന് മാറ്റുക. രാത്രി കഴുത്തൊപ്പം വെള്ളം കയറി പശുമറ്റം കോളനിയിൽ. അത് രാത്രിയിലായിരുന്നെങ്കിൽ, അത് ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നെങ്കിൽ ഉണ്ടാകാവുന്ന കാഷ്വാലിറ്റിയാണ് നമ്മൾ മറികടന്നത്. അപ്പം അത് ശ്രദ്ധേയമായി ഈ പറയുന്ന ന്യൂയോർക്ക് ടൈംസിലെ ലേഖകന്മാർ ഇതുപോലെ യാത്ര ചെയ്തു വന്നു.
ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബ്രാൻഡ് എയിംസ് എന്ന് പറയുന്ന ജർമ്മൻ മാഗസിൻ്റെ ആളുകൾ അത് പ്രസിദ്ധീകരിച്ചിട്ട് പോലുമില്ല. അത് ജർമ്മൻ ഭാഷയിലാണ് അച്ചടിച്ചു വരിക. ട്രാൻസ്ലേഷൻ ഇടാൻ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ വിളിക്കുന്നവരോടൊക്കെ നമ്മൾ പറയും, നമ്മൾ പറഞ്ഞാൽ ഇടാൻ അവർ തയ്യാറാണ്. കാരണം ഡോക്ടർ ഓക്സി മാത്യുവിനെയൊക്കെ പോലെയുള്ള അന്തർദേശീയ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ ചെന്ന് പ്രസന്റ് ചെയ്യുന്ന സ്ലൈഡുകളിൽ നമ്മളുണ്ട്. ജർമ്മനിയിലും ആഫ്രിക്കയിലും ഒക്കെ പോയി അവതരിപ്പിക്കുന്ന സ്ലൈഡുകളിൽ നമ്മളുണ്ട്. അത് മതി അവർക്ക്. അവർ ഇന്റർവ്യൂവിനാണ് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്നില്ല, നിങ്ങൾ വാ. അപ്പം നമുക്ക് ഇത് കാട്ടിക്കൊടുക്കാനുണ്ടെന്നുള്ള ആത്മവിശ്വാസം. നിങ്ങൾ നേരിട്ട് വരിക. ആ നേരിട്ട് വരുമ്പോൾ എന്താ, എന്നെ പോലെയോ ജോസഫ് സാറിനെ പോലെയോ വിഘ്നേഷിനെ പോലെയോ ഷെർമിയെ പോലെയോ ഉള്ള ആളെ മാത്രമല്ല, അവർ ഈ സാധാരണക്കാരായ കൃഷിക്കാർ, ഇത് മോണിറ്റർ ചെയ്യുന്ന വീട്ടമ്മമാർ, കുട്ടികൾ, അവരെ ഈ സയൻറ്റിസ്റ്റുകളും അവരെ ഈ അന്തർദേശീയ മാധ്യമങ്ങളുടെ ആളുകളും വന്ന് കാണുകയും അനുമോദിക്കുകയും ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ അവരെ ക്ഷണിക്കുന്നത്. അവർ വന്ന് കൊശമറ്റം കോളനിയിൽ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയാണ്, സെയിം മീനിച്ചിലാർ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിക്കില്ലായിരുന്നു എന്ന് പറയാനുള്ള ഒരു എലിസബത്ത് കോഷി പറഞ്ഞു നിർത്താം. എലിസബത്ത് കോഷി എന്ന് പറയുന്ന ജന്മന പോളിയോ വന്ന വലിയൊരു ട്രാൻസ്ലേറ്റർ, ഇംഗ്ലീഷ് പരിഭാഷക കോട്ടയം ബെൽറ്റിലുണ്ട്. അപ്പോൾ ആൾ ഈ ജേർണലിസ്റ്റുകളോട് പറയാണ് വൈകാരികമായി, ഞാൻ ജീവിച്ചിരിക്കുന്നതും ഞാൻ പ്രതീക്ഷയോടെ ജീവിതം തുടരുന്നതും ഇവരെ കണ്ടോണ്ടാണ്. അപ്പം നമ്മൾ ചെയ്യുന്നതും ചെറിയൊരു കാര്യമല്ല, വലിയൊരു പ്രവർത്തനം. പക്ഷേ അത് ഈ മഴക്കാലത്ത് ആ ഒരു മാനവികമായ ചിന്ത കൊണ്ട് മാത്രം ചെയ്താൽ പോരാ, ആണ്ടുവട്ടം മുഴുവൻ ചെയ്യണം. മഴയില്ലെങ്കിലും ഇന്നും നമുക്ക് ഈ മൊബൈൽ നോക്കുമ്പോൾ അറിയാം, ഇവരുടെയൊക്കെ വിവരങ്ങളിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ഡീസെൻട്രലൈസ് ചെയ്തിട്ടുള്ള പഞ്ചായത്തിലെ ഗ്രൂപ്പുകളിലെല്ലാം ഇന്ന് രാവിലെ അത് മഴയില്ലെങ്കിൽ നോ റെയിൻ. കാരണം നമുക്കതും പ്രധാനമാണ്. ഒരു പഞ്ചായത്ത് പ്രദേശത്ത് ഒരു വാട്ടർ ഷെഡിൽ മഴയില്ലാത്ത എത്ര നാളുണ്ടായിരുന്നു ഒരു വർഷം, അല്ലെങ്കിൽ താരതമ്യേന ദുർബലമായി പെയ്ത മഴ, അതിനും പ്രാധാന്യമുണ്ട്. ആ മഴയാണ് ഭൂമി അബ്സോർവ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പെട്ടെന്ന് നിർത്താം. നമ്മളിപ്പോൾ ഓപ്പൺ വെൽ മോണിറ്ററിംഗിലേക്ക് കൂടി കുറേ വോളണ്ടിയർമാരെ കൊണ്ടുവരുവാണ്. കാരണം ഡോക്ടർ മധുസൂദനൻ ചാലക്കുടി പുഴയ്ക്ക് വേണ്ടി വളരെ പ്രത്യേകമായ മുന്നറിയിപ്പ് പ്ലാനുകൾ കൊണ്ടുവരുന്ന ഡോക്ടർ മധുസൂദനൻ പറയുന്നു, ഗ്രൗണ്ട് വാട്ടർ എങ്ങനെ ഉയർന്നു നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഫ്ലഡിൻ്റെ തോത് കൂടുന്നത്. കാരണം മഴ പെയ്യുമ്പോൾ കുറേ വെള്ളം ഭൂമി എടുക്കാനുള്ള ചാൻസ് കൂടി അവിടെ ഇല്ലെന്നാവുകയാണ്. അടിത്തട്ടിലെ വെള്ളത്തിൻ്റെ പ്രതലം എങ്ങനെ ഉയർന്ന് കമ്പിച്ചു നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ഫ്ലഡ് കൂടും. അപ്പോൾ ഈ നമ്മളെടുക്കുന്ന അളവും ഈ മഴമാവിനിയും ഈ താപമാവിനിയും നമ്മൾ ആ സമയത്തെ ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, ഇതെല്ലാം കണക്കടാണ്. നമ്മൾ കൊച്ചു ശാസ്ത്രജ്ഞന്മാരായി മാറും. കാരണം ഇത് ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് സാധിക്കാത്ത ഒരു കാര്യത്തെ ഞങ്ങൾ തയ്യാറാണ്. നമ്മുടെ കൂടി സർവൈവലിന് വേണ്ടി ഞങ്ങൾ ഈ വിവരങ്ങൾ തരാം. നിങ്ങളിത് പഠിച്ച് ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരാനായിട്ട് നമ്മൾ പറയാം. ഇത് നമുക്ക് പിന്നീട് അവസരത്തിൽ നമുക്ക് ഡീറ്റെയിലായി സംസാരിക്കാം. കാരണം ഇത് ഇത്രയെങ്കിലും പറഞ്ഞു പോയില്ലെങ്കിൽ നമ്മളിത് ചെയ്യുന്നത് ഇത് യാന്ത്രികമായി പഞ്ചായത്ത് ആവശ്യപ്പെട്ടൊരു കാര്യം, പഞ്ചായത്തിനോടുള്ള സൗഹൃദം, മെമ്പർ പറഞ്ഞതല്ലേ, അതല്ല. എനിക്കറിയാം നിങ്ങളത് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് അതൊന്നും അല്ല. നിങ്ങൾ ഇതിനെ ഉൾക്കൊണ്ടു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അറിയാം. പഞ്ചായത്തിൽ 3 തവണ വന്ന് സംസാരിച്ചത് ഇത് നീണ്ടുപോയതുകൊണ്ടാണ്. പക്ഷെ അതിന് ഗുണമുണ്ടായി. നീണ്ടുപോയതുകൊണ്ടാണ് 3 തവണ വരേണ്ടി വന്നത്. പക്ഷെ അതിൻ്റെ ഗുണം എന്താ, പഞ്ചായത്ത് മെമ്പർമാർക്ക് അത് നന്നായി ഉൾക്കൊള്ളാൻ പറ്റും. 3 തവണയും നമ്മളിത് പറയുമ്പോൾ ഇത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവരെ തന്നെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 10-15ഓളം ഈ താപമാവിനികൾ 60% സ്കൂൾ കുട്ടികളും ഒക്കെയാണ് നോക്കുന്നത്. വളരെ പ്രായമുള്ള വീട്ടമ്മമാർ പോലും അവർക്ക് വാട്സാപ്പിൽ ഇത് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാത്തപ്പോൾ തലപ്പലം പഞ്ചായത്ത് ചിറ്റാനപ്പാറയിൽ ഇന്ന് പെയ്ത മഴ എന്ന് പറഞ്ഞ് വോയിസ് ഇടുന്ന ഒരു വീട്ടമ്മയെ കൊണ്ട് ഞാൻ സ്നേഹത്തോടെ ഓർക്കുക. നമ്മളത് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഇവരെല്ലാം അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ അവരതെല്ലാം കമ്പൈൽ ചെയ്യുന്നു, അതിൻ്റെ ഗ്രാഫുകൾ പുറത്തുവിടുന്നു, ഓരോ ദിവസവും പെയ്ത മഴ എത്രയാണ്. അപ്പോൾ ഒരുപാട് പേർ ഈ സ്കെയിലുകളിൽ വെള്ളം എങ്ങനെ ഉയരുന്നു നോക്കുന്നു, കൃത്യമായ മുന്നറിയിപ്പുകളിലേക്ക് പോകണം. അപ്പോൾ ഇതൊരു സമഗ്രമായ മാതൃകയായി ലോകം അംഗീകരിച്ചിരിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ ഒപ്പം ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ, അദ്ദേഹത്തിൻ്റെ മറ്റ് കാർഷിക മേഖലയിലെ അദ്ദേഹത്തിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ മാറി നിൽക്കട്ടെ, അദ്ദേഹം ഇതിൻ്റെ ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ നമുക്ക് അയച്ച മെസ്സേജുകൾ വലിയ പ്രതീക്ഷാവഹമാണ്. നിങ്ങൾ ചെയ്യുന്നത് വലിയ ഒരു പ്രവർത്തനമാണെന്നും ഔദ്യോഗിക സംവിധാനങ്ങളുടെ മോണോപ്പൊളിയെയും ദൗർബല്യങ്ങളെയും നിങ്ങൾ മറികടക്കും. പലപ്പോഴും ഇത്തരത്തിലുള്ള ഡാറ്റകൾ വെച്ചുകൊണ്ട്, അതിനെ ഒളിച്ചു വെച്ചുകൊണ്ട്, കൃത്യമായ വിവരങ്ങൾ തരാതെയൊക്കെ ഉള്ള പല സാഹചര്യങ്ങളും ഒക്കെ അതിനെയൊക്കെ നമ്മൾ മറികടക്കുകയാണ്. നമ്മൾ നേരിട്ട് അളന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇത്ര മഴ പെയ്തു പോയി. പഞ്ചായത്തുകൾ പോലും ഇനി ഈ ഡാറ്റ വെച്ചുകൊണ്ടായിരിക്കും പ്ലാനിംഗ് ബോർഡിലേക്ക് പറയുന്നത്, ഇത്ര മില്ലിമീറ്റർ മഴ പെയ്തു പോയ തിരുനാട് പഞ്ചായത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, വെള്ളം താന്നു പോകും, വരൾച്ച പെട്ടെന്നുണ്ടാകും. ഇപ്പം ഞങ്ങൾക്ക് മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ വേണം, ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിൻ്റെ പദ്ധതികൾ വേണം, മഴക്കുഴി നിർമ്മാണത്തിന് ഇപ്പോഴത്തെ എൻ്റെ ഇരട്ടി പദ്ധതി വേണം. ഈ ഡാറ്റ വെച്ചുകൊണ്ട് പഞ്ചായത്ത് ആവശ്യപ്പെടുമ്പോൾ അത് തന്നേ മതിയോ. അങ്ങനെ നമ്മളിത് വളരെ എക്യുപ്ഡ് ആവുകയാണ്, എംപവേർഡ് ആവുകയാണ് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ കാലത്ത് നമ്മൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇനിയുള്ള 8 വോളണ്ടിയർമാരെ കൂടി കണ്ടെത്തണം. പഞ്ചായത്തിൽ ഒരു സമഗ്രത വേണമെങ്കിൽ അതിനുള്ള ഫണ്ടും കൂടി പഞ്ചായത്ത് കണ്ടെത്തണം. ഏതെങ്കിലും റിവിഷൻ പ്രൊജക്റ്റിൽ ആ പൈസ കണ്ടെത്തണം. ഇതിൻ്റെ ഒരു
സക്സസ് മോഡൽ ഗ്രൂപ്പിൽ പ്രസിഡന്റ് ഉള്ളതുകൊണ്ട് അറിയാം, എല്ലാ ദിവസവും രാവിലെ വളരെ കൃത്യമായി അളന്ന ഈ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. തെർമോമീറ്ററുകൾ ഇത് 3000 രൂപ വിലയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് ഇത് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഈ രണ്ട് അളവുകളുടെയും ഒരു ഇടയ്ക്ക് നിന്നുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഹ്യൂമിഡിറ്റി കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ്, ഒരു ദിവസം ഏറ്റവും കൂടുതൽ കാണിച്ച ടെമ്പറേച്ചറും ഏറ്റവും കുറവ് കാണിച്ച ടെമ്പറേച്ചറും നമുക്ക് കിട്ടും. അപ്പോൾ റോക്സി മാത്യു സാറിനെ പോലെയുള്ള സയൻറ്റിസ്റ്റുകൾ നമ്മളോട് പറയുന്നു, ഇപ്പം ഞാൻ നിർത്തുകയാണ്, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പരിമിതമായ പിന്തുണ ചിലരെങ്കിലും തരാൻ തയ്യാറാകുമ്പോൾ ഞങ്ങൾ എന്തിനു മുൻഗണന കൊടുക്കണം, കൂടുതൽ മഴമാപിനി വെക്കണമോ തെർമോമീറ്റർ വെക്കണം എന്നൊരു സജഷൻ വരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നു രണ്ടും പ്രധാനമാണ്. ആ സമയങ്ങളിലെ ഈ വലിയ തോതിലുള്ള ക്ലൗഡ് ബേഴ്സ്റ്റിംഗ് ഒക്കെ ഉണ്ടായ സമയത്തെ നിങ്ങളുടെ പ്രദേശത്തെ താപനിലയും ഒക്കെ ആയിട്ട് വളരെ കണക്റ്റഡാണ്. കടൽ ചൂടാകുന്നു, അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം കടൽ പൊള്ളുകയാണ്. അപ്പം കടലിൽ ചൂട് പിടിച്ച് ഉണ്ടാകുന്ന ഹീറ്റ് വേവ് അത് എത്തിപ്പെടുന്ന നമ്മുടെ പ്രദേശങ്ങളിൽ അത് മേഘസ്ഫോടനമായി മാറണമെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലെ ഹ്യൂമിഡിറ്റിയും നമ്മുടെ പ്രദേശങ്ങളിലെ താപവും ഒക്കെ ആയിട്ട് വളരെ കണക്റ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊച്ചു ശാസ്ത്രജ്ഞന്മാരായിട്ട് നമുക്ക് മാറാം. ഇതിനെ വളരെ ക്ഷമയോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു വർഷം കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഡാറ്റകൾ പഞ്ചായത്തിന് ഔദ്യോഗികമായി കൈമാറുന്ന ഒരു ചടങ്ങ് വയ്ക്കണം. വോളണ്ടിയർമാരെല്ലാം നമുക്ക് ആദരിക്കണം. ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. നമുക്ക് പിന്നെ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ്, ഇതിൻ്റെ റിപ്പോർട്ടിങ്, മറ്റു കാര്യങ്ങൾ, പിന്നെ ഇത്രയും ദിവസം 8 ദിവസത്തോളം ഇത് മഴ നോക്കിയ ആൾക്കാരുടെ നിർദ്ദേശങ്ങൾ, ഇവരുടെ സംശയങ്ങൾ അതൊക്കെ ഒന്ന് ചോദിച്ചാൽ ഞാൻ പറയണം. ഇവിടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഇവരെല്ലാം ഭയങ്കരമായ തിരക്കുള്ള ആളുകളാണ്. കൃഷിയിൽ, ഫാമിൽ, നമ്മുടെ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ എല്ലാവരും. അപ്പോൾ അവരാണ് ഇതിന് തയ്യാറാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയം ഒത്തിരി എടുക്കേണ്ട, 15 മിനിറ്റിനുള്ളിൽ നമുക്ക് നിർത്തണം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചിട്ട് ഇതിൻ്റെ റിപ്പോർട്ടിങ് നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ഒരു ഗൂഗിൾ ഫോമിലേക്ക് വരാനുള്ള രജിസ്ട്രേഷൻ ഇമെയിൽ ഉള്ളവർക്ക് അത് ചെയ്തിട്ടുണ്ടാകും ഞാൻ കരുതുന്നുണ്ട്. വെബ് ആപ്ലിക്കേഷൻ വരുമ്പോൾ ഈ 240 മഴ വിവരങ്ങളും നമുക്കിടയിലുള്ള ചെറുപ്പക്കാർ, കുട്ടികൾ, ഇപ്പോൾ വിഘ്നേഷ് എൽസിയക്കാരനാണ്, വിഘ്നേഷിൻ്റെ സേവനം നമുക്കുണ്ട്. ജോസഫ് സാർ MSWക്കാരനാണ്. ഇപ്പോൾ ഇത് MSc ഇക്കോളജിക്കൽ ഇൻഫോർമാറ്റിക്സ് ഇതിൽ പിന്നെ പാസ്സായി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ISRO അഹമ്മദാബാദിലും ഹൈദരാബാദിലും ഒക്കെയുള്ള പ്രവർത്തന പരിചയമുള്ള കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ ഇന്റേൺ ആയിരുന്ന ഷെറിൻ ഇപ്പോൾ നമ്മളോടൊപ്പം 6 മാസം എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇവരിത് കണ്ടുവന്നതാണ്. നമുക്കൊപ്പം നിൽക്കാനും ഇതിനോടൊപ്പം ചേർന്ന് പഠിക്കാനും ഇതിനെ സപ്പോർട്ട് ചെയ്യാനും. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നത് ഭംഗിയാവും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കാം. പിന്നെ അതിൻ്റെ റിപ്പോർട്ടിംഗ്, മറ്റു കാര്യങ്ങൾ ജോസഫ് സാറും അത് വളരെ കൃത്യമായി ഗ്രൂപ്പുകളിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. മറ്റ് പഞ്ചായത്തുകളിലെ അനുഭവം വെച്ചുള്ള ചെറിയ സൂചനകൾ വിഘ്നേഷ് അതിൻ്റെ ടെക്നോളജി വൈസുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞ് എത്തിക്കാതിരിക്കാം. ഉപകാരപ്പെടും. അത് നമുക്കൊന്ന് അതിന് കോപ്പി അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാനത് മുമ്പേ പറയുന്നത്, ഈ പറയുന്ന കൃഷി ഓഫീസർമാരെ മാത്രമല്ല, ഈ പഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിങ്ങിലെ എഞ്ചിനീയറോ സൂപ്പർവൈസറോ ആരെങ്കിലും അവരെയും പങ്കെടുപ്പിക്കേണ്ടതാണ്. നമ്മുടെ പറയാൻ പല ഭാഗങ്ങളിലും റോഡുകൾ മഴവെള്ളം വന്നു കഴിയുമ്പം ഈ പാലവും റോഡും അടിയില്ല. അങ്ങനെയാണ് ആ പൂഞ്ഞാറ് വണ്ണിങ്ങാനത്തിൽ വെച്ച് ആറ്റിപ്പോയി മരിച്ചത്. അതായത് റോഡിൻ്റെ പുഴയുടെ തീരത്തുള്ള റോഡ് പൊക്കിയില്ല. ഈ കുട്ടി അതിൻ്റെ പോയപ്പോഴാണ് താഴെ പോയി മരിക്കുന്നത്. അത് ഈ മഴവെള്ളമായിട്ട് ഓരോ പ്രദേശം, ഇപ്പം ഇവിടെ തന്നെ ഈ റിസൾട്ട് പരിശോധിച്ച ഓരോ പ്രദേശത്ത് ഓരോ രീതിയിലാണ് വെള്ളത്തിൻ്റെ അളവ് വന്നിരിക്കുന്നത്. മഴയുടെ അളവ് കൂടിയും കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മഴക്കാലത്തുണ്ടാകുന്ന മഴയുടെ അളവ് കൂടുന്നതനുസരിച്ച് തോട്ടി വെള്ളം വരും. ആ തോട്ടി വെള്ളം വന്നു കഴിയുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഒരു പുതിയൊരു കരിക്കുണ്ടാക്കുകയാണെങ്കിൽ ആ കരിക്കിൻ്റെ പൊക്കം കൂടി. ആ പൊക്കം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ മഴയുടെ അളവ് ഇതുമായിട്ട് വളരെ ബന്ധമാണ്. അപ്പോൾ ആ എഞ്ചിനീയർ എന്തിനാണ് ഈ മഴയുടെ അളവ് ഞങ്ങൾക്ക് എന്തിനാണ് അറിയില്ലെന്ന് ചോദിച്ചാൽ അത് അറിയേണ്ട ഒരു ആവശ്യമാണ്. അത് കൃഷി മാത്രമല്ല, നിർമ്മാണ പ്രവർത്തനത്തിനും ഇതൊരു അഗ്രികൾച്ചർ എല്ലാം ചേർന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റും. പിന്നെ അതുപോലെ തന്നെ തോടിൻ്റെ അകത്ത് ഉള്ള ഈ വേസ്റ്റ് ഇറങ്ങിയപ്പോൾ ഒരു മണ്ണ് വന്ന് കുറച്ച് അവിടെ കിടന്നു കഴിഞ്ഞാൽ അവിടെ കുളവാട് വരും. പിന്നെ അവിടെ ഏതെങ്കിലും സീഡ് വന്ന് എഞ്ചിൻ പിന്നെ ആറ്റുവഞ്ചി അതുപോലുള്ള എല്ലാം വളർന്നു വന്ന് അവിടെ കരയായിക്കൊണ്ടിരിക്കും. ഇപ്പം തോടിനേക്കാളും കൂടുതൽ കരയാണ് ഉള്ളത്. അത് മെയിനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നന്നായിട്ട് വെള്ളം പെട്ടെന്ന് കയറുമായിരുന്നു. അവിടെ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റി കുറെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ അങ്ങനെ വെള്ളം കയറിയിട്ടേ ഇല്ല. അതുപോലെ നമുക്ക് പ്രാദേശിക തോടുകളുടെ കാര്യത്തിൽ ചിന്തിക്കാവുന്നതാണ്. പ്രശ്നമാണ്.
മീൻസിൽ ആറിനെ സംബന്ധിച്ച് പൊതുവിൽ അങ്ങനെ ചിന്തിക്കരുന്ന ഒരു അഭിപ്രായം നമുക്കുണ്ട്. തോടുകൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തോടുകളുടെ ഒരു തുറവി ഉണ്ടായി വരിക എന്നുള്ളത് ഞങ്ങൾ ഇത്ര നാളായി ഒന്നിച്ച് നദീ സംരക്ഷണ സമിതിയുടെ അന്ന് AC രമേശിന്റെ വാർഡില് ആറിന്റെ ആ തോട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ ഈ തോടിന്റെ സൈഡിലുള്ള റോഡ് എന്തെങ്കിലും പൊക്കണം എന്നുള്ളത് മഴവെള്ളം വരുന്നതനുസരിച്ച് വേണ്ടേ. നമുക്ക് ചിറ്റാർ സംരക്ഷണം ഉൾപ്പെടെ ഒരു മൂവ്മെന്റിലേക്ക് കൊണ്ടുവരാം. ഈ കാവൽ ഘടകങ്ങൾ വന്നു കഴിയുമ്പോൾ ചിറ്റാർ ഉൾപ്പെടെ. പിന്നെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്, ഈ ഇടവഴികളുണ്ട്. അത് ഈ മെയിൻ തോട്ടിലോട്ടാണ് ഇതെല്ലാം ഇടവഴികൾ ചെന്ന് ചെയ്യുന്നത്. അപ്പം അവിടെ ഈ വെള്ളം പോകുമ്പോഴത്തേന് ഈ ഇടവഴി എല്ലാം ഇങ്ങനെ പകുതി ഉള്ള വേസ്റ്റും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അവിടെ കാപ്പ എല്ലാം വളർന്നു കഴിയുമ്പോൾ ഇടയില്ല. അപ്പൊ അത് പെട്ടെന്ന് കയറിയിട്ട് എൻ്റെ വാർഡിൽ തന്നെ നമ്മുടെ തോടിന്റെ ഒത്തിരി മാറി, എന്നിട്ട് ആ ഇടവഴി കൂടെ കയറി ഒരു 6-7 വീട് മൊത്തം വെള്ളത്തിലാണ്. അത്രയും നമുക്ക് വരുന്നുണ്ട് വെള്ളത്തിന്റെ പ്രശ്നം. അവിടെ മൊത്തം ആ വീടുകളെല്ലാം വെള്ളത്തിനടിയിലായി. അത് തോടിൽ നിന്ന് അത്ര മാറിയാന്ന് പറഞ്ഞാൽ ആ ഇടവഴി കൂടെ മാത്രം വന്ന വെള്ളമാണ്. അപ്പൊ ആ മണ്ണെടുത്തപ്പോൾ മാറ്റിയപ്പോൾ ഒത്തിരി വ്യത്യാസം വന്നു. അതുപോലെ തോടുകൾ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം, നമുക്ക് തോടിന് വെള്ളത്തിന് സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിന് തടസ്സം വരാതെ നമ്മളത് കൃത്യമായിട്ട് മാറ്റണം. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഈ വെള്ളപ്പൊക്കം വരുന്നതിന്റെ മെയിൻ പ്രശ്നമാണ്. അതായത് വെള്ളത്തിന് ഒഴുകാൻ സ്ഥലമില്ല, അപ്പൊ അതിന് പറ്റുന്ന സ്ഥലത്തൂടെ ഒഴുകി പോകും. പിന്നെ ഈ കര കെട്ടിയെടുക്കുന്നത്, തോട് കെട്ടിയെടുക്കുന്നത്, അതൊക്കെ മെയിൻ പ്രശ്നം. എന്നിട്ട് പിന്നെ വെള്ളം കയറിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ കണ്ടതില് 6 കെട്ടിയടിച്ചിരിക്കുന്നത് പൂഞ്ഞാറ് നമ്മുടെ ഇടയാടിയിലെ ആ പുരയിടത്തിന്റെ ചുറ്റും നമ്മൾ ചെയ്തു. അത് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഗൂഗിൾ ഫോം അയച്ചു തരും, നമ്മുടെ ലിങ്കിലിടും, നമ്മുടെ ഗ്രൂപ്പിൽ. അതിനകത്ത് പറഞ്ഞ പേരും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് മാത്രമേ കിട്ടാത്തുള്ളായിരുന്നു, അത് ഓൾറെഡി ഞാൻ അയച്ചു തന്നു. പിന്നെയുള്ളത് ഇത് നമ്മളൊരു ബുക്ക് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ അയച്ചു കൊടുക്കുകയും ചെയ്യണം. ഇതിനകത്തുണ്ട് 3-4 വർഷത്തേക്കുള്ള കാര്യങ്ങൾ എഴുതാറുണ്ട്. ഇപ്പോൾ ഡേറ്റ് ഉണ്ട്, മാസമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ 64.5 എന്നൊക്കെ വരുന്നല്ലോ മഴയുടെ അളവ്. അത് ഓരോ ദിവസം ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് മറന്നു പോയാലും കറക്റ്റായിട്ട് എഴുതുന്നു. എത്ര വർഷം വേണം, ഒരു 5-6 വർഷത്തേക്കുള്ള ഇതുണ്ട്. ഇതും നമ്മൾ ഇത് ചെയ്യുമ്പോൾ എളുപ്പമാണ്. പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടാവും. നമുക്ക് എല്ലാ ദിവസവും ഇപ്പോൾ 8-9 പഞ്ചായത്തിൽ നമുക്കിത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 8:30 കിട്ടുവാണെങ്കിൽ എനിക്കൊരു ഉച്ചയാകുമ്പോഴത്തേക്കും ഏകദേശം എല്ലാം റെഡിയാക്കി, എന്നാൽ കഴിഞ്ഞ ദിവസം കിട്ടിയല്ലോ ഒരു മാപ്പ് പോലെ ഓരോ പ്രദേശത്തും മഴ പെയ്ത്, അതുപോലെ നമുക്ക് അയച്ചു തരാൻ പറ്റും. അങ്ങനെ എല്ലാ പഞ്ചായത്തിലേക്ക് അയച്ചു തരണം എന്നാണ് നിങ്ങളുടെ പ്ലാൻ. അപ്പോൾ നേരത്തെ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ചിലതൊക്കെ താമസിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉച്ച കഴിഞ്ഞ് ആയിപ്പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും 8:30 നോക്കിയിട്ട് അയച്ചു തരുവാണെങ്കിൽ അതനുസരിച്ച് ഞാൻ റിപ്പോർട്ട് വരും. ഇനി നോക്കുന്നതിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടനെ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം വലുതാണെന്ന് ഇപ്പം നിങ്ങൾക്ക് തോന്നിയിരിക്കണം, അല്ലെങ്കിൽ തോന്നി കാണുമല്ല. പക്ഷേ ഫ്യൂച്ചറിൽ വരും തലമുറയിൽ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പോൾ ഈ മെഷർമെൻ്റൊക്കെ നമുക്ക് എത്രത്തോളം ഉപകരിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എടുക്കുന്ന ഒരു ഡേറ്റയും നമുക്ക് തോന്നിയിരിക്കാം ഇപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമില്ല, ഇത് വിലകെട്ടതാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഇതിൻ്റെ ഉപയോഗം വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഇപ്പം ഏതൊരു ഡേറ്റയാണെങ്കിലും അതിനെല്ലാം വിലയുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ ചെറിയ ഡേറ്റയ്ക്കും എത്രത്തോളം വിലയുണ്ടെന്ന് നമ്മളൊരു മഴയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. അന്നേരം നിങ്ങൾ ചെയ്യുന്ന ഇനിഷ്യേറ്റീവ് വളരെ വിലപ്പെട്ടതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ സഹകരണം തുടർന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇതിൽ ഒരു കാര്യം, നമ്മളിത് പൂർണ്ണമായും സന്നദ്ധ പ്രവർത്തനമാണ്. ഇത് ഏത് സയൻറ്റിസ്റ്റുകൾക്കും, ഇത് KSDMA എല്ലാ ദിവസവും എടുക്കുന്നുണ്ട്. മുഴുവൻ ആളുകൾക്കും ഓപ്പൺ സോഴ്സാണ് കേട്ടോ. അങ്ങനെ പൂർണ്ണമായും എല്ലാവർക്കും എടുക്കാവുന്ന വിവരങ്ങളായിട്ടാണ് നമ്മൾ ഇതിനെ സമാഹരിക്കുന്നത്. അല്ലാതെ ഇപ്പം ഡാറ്റ എന്ന് പറയുന്നത് വിലപിടിപ്പുള്ളൊരു സാധനമാണ്, അത് വിലപേശാവുന്ന ഒരു സാധനമാണ്. പക്ഷെ നമ്മുടെ ഈ നെറ്റ്വർക്കിൽ ഇതൊരു ഓപ്പൺ ഡോക്യുമെൻ്റാണ്, എല്ലാവർക്കും വേണ്ടി എപ്പോഴും തുറന്നു വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. നിങ്ങൾ നൽകുന്ന ഈ വിവരങ്ങൾ ലോകത്തെവിടെയും ആർക്കും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉപകാരപ്പെടുത്താം. ഈ മഴയുടെ ഒരു തിന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലാത്തത് കൊണ്ട് ആർക്കും ഇത് ഉപയോഗിക്കാൻ നമുക്ക്. അപ്പം ഈ ഞാൻ പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒരു തുടർച്ച എന്ന് പറയുന്നത് നമ്മുടെ കാവൽ ഘടകം. അതിൽ നമ്മുടെ എല്ലാ സപ്പോർട്ട് സിസ്റ്റങ്ങളും അതിൽ കൊണ്ടുവരാൻ കഴിയും. നല്ല മോഡലുകൾ നമുക്ക് പഞ്ചായത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അതിനുള്ള പരിശീലനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും.
അപ്പോൾ ഇതിൻ്റെ വഴി കൂടെ ഇതിന് സമാന്തരമായി ഇതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകിക്കോ നമുക്ക് തുടങ്ങി വയ്ക്കാം. തെക്കേക്കരയിൽ പുറമെ തുടങ്ങും. മീനച്ചിലാർ കാവൽ ഘടകങ്ങൾ, വാച്ച് ഗ്രൂപ്പ്, ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു മാതൃകകൾ എങ്ങനെ ഉണ്ടാക്കാം, പ്രാദേശികമായിട്ടുള്ള പൂന്തോട്ടങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ, അതിനകത്ത് ഇപ്പോൾ എല്ലാം ഔദ്യോഗികമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹരിത കേരള മിഷൻ്റെ ഹരിതകർമ്മസേനയുടെ ആക്ടിവിറ്റിയാണ് ബോട്ടിൽ കളക്ഷൻ ബൂത്തും MCF. പക്ഷെ നമ്മളെന്താ ചെയ്തത്? നമ്മളതിൽ പൂഞ്ഞാർ ശുചിത്വ മര്യാദ എന്നൊരു ക്യാമ്പയിൻ കൊണ്ടുവന്ന് അതിൻ്റെ പരിസരങ്ങൾ പൂന്തോട്ടം വെച്ച് കൊടുത്തു. അപ്പം നമ്മളതിനെ കുറച്ചുകൂടി ക്യാമ്പയിനുകളിൽ കൂടി മനോഹരമാക്കും. അപ്പം കുറച്ച് പേടികൾ നമ്മളെല്ലാം വലിയ ആക്ടിവിസ്റ്റുകളാണ്, അതൊന്നും പേടിക്കണം. അങ്ങനത്തെ ഒരു ശല്യങ്ങളും നമ്മളെ ഇപ്പോൾ കാവൽ ഘടകങ്ങൾ എന്നുള്ള നിലയിൽ ഇങ്ങോട്ട് അടിച്ച് അതൊന്നും ഇതിനകത്തില്ല. പ്രാക്ടിക്കലി നമ്മൾക്ക് മാതൃകകൾ ഉണ്ടാക്കണമെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ഘട്ടത്തിലൊന്ന് ചിന്തിക്കാം. അതെ, ടെമ്പറേച്ചർ മീറ്ററുകളൊക്കെ നമുക്ക് പിന്നെ ഭാവിയിൽ ഇപ്പോഴത്തെ നമ്മുടെ ട്രയൽ ഒന്ന് ഭംഗിയാവട്ടെ മറ്റു സ്ഥലങ്ങളിൽ. ഇപ്പോൾ കിടനാട് പഞ്ചായത്ത് പിന്നീട് റഫറൻസ് പഞ്ചായത്തായി മാറും. ഇപ്പം നമ്മുടെ റഫറൻസ് സെൻ്ററുകളുണ്ട്. പൂഞ്ഞാറിൽ 3 എണ്ണം. അവിടെ എല്ലാം ഈ 4 തരത്തിലുള്ള താപമാവിനി, മഴമാവിനി, അവരുടെ പരിസരത്ത് സ്കെയിൽ. ഇപ്പോൾ പഞ്ചായത്ത് നമ്മൾ ആവശ്യപ്പെട്ട ഒരു സ്കെയിലേ ഉള്ളൂ. ഇപ്പോൾ മുക്കാലടിപ്പാലം 14 വാർഡിലും മഴമാവിനി. അടുത്ത ഘട്ടമാകുമ്പോഴത്തേക്കും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക ലൊക്കേഷനുകളിൽ താപമാവിനി കൂടി വരുമ്പോൾ കിടനാട് പഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ ഒരു റഫറൻസ് പഞ്ചായത്തായി മാറും. കാരണം ഇവിടുന്ന് എല്ലാ തരത്തിലുള്ള ഡാറ്റകളും ശാസ്ത്ര സമൂഹത്തിന് അവൈലബിൾ ആക്കി കൊടുക്കുന്ന ഒരു പഞ്ചായത്തായി നമ്മൾ ഇത് മാറും. മെഷർമെന്റ് കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫിഷിനെ അവസാനിപ്പിക്കാൻ പോകും. അപ്പോൾ ഒത്തിരി നന്ദി. സുൽസാർ ഒന്നും പറയുന്നില്ല. സുൽസാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്, വലിയ റിസോഴ്സ് പേഴ്സൺ ആണ്. ഇന്ന് സൈലന്റ് ആണ്. തൊടുപുഴ കാർഡ്സിൽ അവിടുത്തെ പ്രോജക്റ്റ് കോർഡിനേറ്റർ ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. AD ബാങ്ക്, കാർഷിക വികസന ബാങ്കിലെ അഗ്രികൾച്ചർ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. റീജിയൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പം നമുക്കൊപ്പം ഇത്തരം കാര്യങ്ങളിലെല്ലാം നമുക്കൊപ്പം ഭൂമിയേക്കൊപ്പം മീനച്ചിലിനൊപ്പം നമ്മുടെ കൂടെ ഉണ്ട്. ഇത് പൂഞ്ഞാറിലേക്ക് വരുവാണ്. കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ആലോചിക്കാനും പ്രവർത്തിക്കാനുണ്ട്. അപ്പോൾ ഔദ്യോഗികമായി സംസാരിച്ചു. ഒരു വോട്ട് ഓഫ് താങ്ക്സ് നന്ദി പറഞ്ഞത് ഒരു ഫോട്ടോയും എടുത്ത് ഏറെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജിജോ ജോർജ്, എല്ലാവരും പ്രിയപ്പെട്ട ബേബി ആളുകൾ, ബാക്കി ഏറെ പ്രശസ്തരായ നമ്മുടെ സമൂഹത്തിൻ്റെ ഒട്ടനവധി മേഖലകളിൽ നല്ല രീതിയിൽ വ്യക്തിത്വം വർദ്ധിച്ച എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ, പിന്നെ ഓരോ വാർഡുകളിൽ നിന്ന് എത്തിയവർ. ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. നമ്മുടെ സമൂഹത്തിനോട് എത്രയേറെ കടമയും ഉത്തരവാദിത്വം ഉണ്ടെന്ന് നിങ്ങളുടെ ഈ സന്നദ്ധ പ്രവർത്തനം കൊണ്ട് നമ്മുടെ സമൂഹത്തിനോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും ആണ് നിങ്ങളെല്ലാം മുന്നോട്ട് നയിക്കുന്നതെന്ന് എനിക്കറിയാം. വേറെ ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചല്ല. നിങ്ങൾ അതായത് സന്നദ്ധ പ്രവർത്തകർ തന്നെയാണ്. നിങ്ങൾ ഏറ്റവും നമ്മുടെ എപ്പോഴും അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പം ചൂട് കൂടിയ അവസ്ഥയാ, ചൂട് കാലം നമുക്ക് കിടക്കാൻ മേലാത്ത ഒരവസ്ഥയായിരുന്നു. എല്ലാവരും പാവപ്പെട്ടവർ വരെ AC ആക്കി. അങ്ങനെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഈ ചൂട് ഇതുപോലെ കൂടി നിന്നുകൊണ്ട് സാധാരണക്കാർ, ഈ അമ്മമാരൊക്കെ പറയുന്നത് ഇതൊന്നും അറിയത്തില്ലാത്ത കാലാവസ്ഥ നോക്കി പറയുന്ന അവർ തന്നെ പറയുന്നത് ഇനി വളരെ അധികം മഴയായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റുവരാത്ത സാഹചര്യമായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. അപ്പം ഇതുപോലുള്ള മഴമാവനി ഒക്കെ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടും. അതുകൊണ്ട് നമുക്ക് അധ്യാപകരിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും പഞ്ചായത്തിൻ്റെ പേരിലും എല്ലാവർക്കും ഒരുപോലെ ഹാർദവമായി നന്ദി പറയുകയാണ്. എല്ലാവരും ഞങ്ങളുടെ കിടനാട് പഞ്ചായത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അത് എല്ലാവരും കൂടെ ഇത് അങ്ങോട്ട് പിടിക്കാം. എല്ലാവരും അങ്ങോട്ട് പോരെ. വോളണ്ടിയർമാർ മെയിൻ ഡെസ്കിൽ
കേരളത്തില് 44 നദികളുണ്ടെങ്കിലും ഈ ഫ്ലഡ് ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടന്നിരിക്കുന്നത് എത്രയെണ്ണം ഉണ്ടെന്ന് അറിയാം? ഔദ്യോഗിക തലത്തിൽ നടന്നിട്ടുണ്ടാവാം പലതിനും. അത് പിന്നെ പല ഉദ്ദേശങ്ങളാണ്. ഇപ്പൊ മീനച്ചിലിന് പോലും അങ്ങനെ ഒരു പഠനം കൊണ്ടുവന്നത് ആറ്റില് മണൽ വരാനാണ്. ഒരു ഫ്ലഡ് ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി വന്നാലേ ആറ്റിൽ മണൽ ചെളിയും അടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് മണൽ വാരണം എന്ന റിപ്പോർട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുവന്നാലേ കോടിക്കണക്കിന് രൂപയ്ക്ക് വിലയുള്ള ഈ മണലും മണ്ണും വാരിക്കൊണ്ടു പോകാൻ കോൺട്രാക്ടർമാർക്ക് അവസരം ഉണ്ടാവുള്ളൂ. പക്ഷേ അത് നമ്മൾ പൂർണ്ണമായിട്ട് മീനച്ചിൽ നദീ സംരക്ഷണ സമിതി എതിർക്കുകയാണ്. കാരണം പുഴയിൽ നമുക്കറിയാം, മീനച്ചിലാറിനെ നമ്മൾ സഞ്ചരിച്ചും പുഴയിൽ മുങ്ങിയും വള്ളത്തിൽ പോയി ഊന്നി പരിശോധിച്ചും നമുക്ക് മീനച്ചിലാറിന്റെ ആഴം എത്രയോ കുറഞ്ഞു പോയിട്ടുണ്ടെന്ന്, അല്ല ആഴം എത്രയോ കൂടിപ്പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. പാലത്തിന്റെ ഒക്കെ അടിയിൽ നിന്ന് പോകുമ്പോൾ നമുക്കറിയാം അതിന്റെ റിങ്ങുകൾ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയി വരികയാണ്. അപ്പോ പലയിടത്തും ചതിക്കുഴികളുണ്ട്. മണൽ വാരി 10-30 വർഷം കാലത്തെ 40 വർഷക്കാലത്തെ മണൽ വാരൽ കൊണ്ട് പുഴയുടെ ആഴം ഭയങ്കരമായി കൂടിയിട്ടുണ്ട്. അതിലേക്ക് കഴിഞ്ഞ 2018 ഫ്ലഡ് മുതൽ വന്നു ചേരുന്നു എന്ന് പറയുന്നത് പുഴയുടെ മജ്ജയും മാംസവുമാണ്. നഷ്ടപ്പെട്ടു പോയ മജ്ജയും മാംസവും തിരിച്ചു വന്ന് പുഴയ്ക്ക് ജീവൻ കിട്ടുന്നതേ ഉള്ളൂ. ചുരുങ്ങിയ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോൾ വേണേൽ ചൂണ്ടിക്കാട്ടാം, അതൊരു തടസ്സമല്ല, ഇപ്പൊ വന്നു കൂടിയതല്ലേ എന്ന് ചോദിക്കാം. പക്ഷെ അത് അടുത്ത ഫ്ലഡിൽ അത് പുനർവിന്യാസം, അത് അടുത്ത ഫില്ല് ചെയ്യപ്പെടേണ്ട സ്ഥലത്ത് പോയി ഡിപ്പോസിറ്റ് ആവേണ്ടതാണ്. അപ്പം ഞങ്ങൾ ഈയിടെ വേനൽക്കാല ജലപരിസരങ്ങൾ എന്ന് പറഞ്ഞൊരു യാത്ര മീനച്ചിൽ നദീ സംരക്ഷണ സമിതി പ്രസിഡന്റ് രാമേന്ദ്രൻ സാറും ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടി ഈ മലയോരങ്ങളിൽ കൂടെ ഒക്കെ പല ദിവസങ്ങളായിട്ട് അതിന്റെ എക്സ്ട്രീം അവസ്ഥയിലാണ്. ഈ പോകുമ്പോഴൊക്കെ മണ്ണും മണലിൽ കിടക്കുന്നു എന്ന് ആളുകൾ പരാതി പറഞ്ഞ ആ പരിസരങ്ങളിലാണ് ജലലഭ്യതയുള്ളത്. ആ മണൽ അവിടെ കിടക്കുന്നോണ്ടാണ്, ആ മണലും ചെളിയും കിടക്കുന്നോണ്ട് അതിന്റെ ഉള്ളിലെല്ലാം ഈ വെള്ളം ഒളിച്ചിരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ എന്താ ഫ്ലഡിനെ നമ്മൾ ഭയന്നു. അതെല്ലാം വാരി മാറ്റിയാൽ ഈ പറയുന്ന എത്ര മില്ലിമീറ്റർ മഴ നമ്മൾ അളന്നിട്ടും കാര്യമില്ല, അത് മുഴുവൻ ഒഴുകി കായലില് പോകത്തേ ഉള്ളൂ. സ്വാഭാവികമായ റീചാർജിങ് ഈ മണൽ ബെഡുകളിലൂടെയും ഇപ്പൊ തീരത്ത് കോട്ടയം ഭാഗത്ത് നടന്ന വലിയൊരു വർക്ക്, ഞങ്ങളതിൽ ആദ്യം ആത്മാർത്ഥമായി സഹകരിച്ചിരുന്ന മീനച്ചിലാർ, മീനന്തറയാർ, കൊടുവരാർ പുനർസംയോജന പരിപാടിയിൽ പിന്നെ നമ്മൾ സഹകരിക്കാതെ ആയത് മണ്ണും മണലും മുഴുവൻ മാറ്റണവും, പ്രളയരഹിത കോട്ടയം വരണമെങ്കിൽ മണ്ണും മണലും മുഴുവൻ മാറ്റണം. അത് ഫ്ലാഷ് ഫ്ലഡാണ്, അങ്ങനെ സംഭവിക്കേണ്ടതല്ല. ഇത് പ്രളയം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി സംഭവിച്ചു പോകേണ്ടതാണ്. അതിനുള്ള മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് ഈ റൂം ഫോർ റിവർ എന്ന് പറയുന്ന പുഴയുടെ എത്രയോ ഭാഗം പുഴയ്ക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ആറ്റിൽ മണലും മണ്ണും വന്നടിഞ്ഞു. ഒരു ചോദ്യം, മഴ വെള്ളം പോലെ തന്നെ പുഴമണല് അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. നമ്മളുണ്ടാകും ഒരു 10 കിലോമീറ്റർ അകലെയുള്ള ഒരു മണ്ണിൽ ചിലപ്പോൾ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞേക്കാം. സ്വാഭാവികമായി ഇതൊരു പ്രകൃതി നൽകുന്നതാണ് മണൽ പുഴയിൽ. ആ സമയത്ത് മഴ വെള്ളവും അങ്ങനെ തന്നെ. ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതല്ലേ വിഷയം. അപ്പൊ ഈ പുഴയിൽ ഉണ്ടാകുന്ന മണല് സ്വാഭാവികമായിട്ട് എടുത്തു പോകേണ്ടതല്ലേ. എത്രത്തോളം എന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ 40 വർഷത്തെ ഇപ്പൊ, അതായത് മീനച്ചിലാറിനെ സംബന്ധിച്ച് 4 വർഷങ്ങൾക്ക് മുമ്പ് സെന്റർ ഫോർ റൂറൽ മാനേജ്മെന്റിനെ ഗവൺമെന്റ് ഏൽപ്പിച്ച പഠനം, ഈ ഒരു സംഭവം വന്നിട്ടില്ല. മീനച്ചിലാറിൽ ഒരു തുള്ളി മണൽ വാരാനില്ലെന്നാണ് CRMന്റെ സാൻഡ് ഓഡിറ്റ് ശാസ്ത്രീയമായി നടത്തിയ ഒരു പഠനത്തിൽ മീനച്ചിലാറില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ 40 വർഷം കൊണ്ട് മീനച്ചിലാറിന്റെ അടിത്തട്ട് വരെ മാന്തി. അതായത് റിവർ ബെഡ് മുഴുവൻ, ഈ മണൽ സാൻഡ് ബെഡ് മുഴുവൻ കോരി അവസാനം JCB കൊണ്ട് വരെ മണൽ മാന്തി. അപ്പൊ പാറകൾ തെളിഞ്ഞു വന്നു. ഈ പാറ നമ്മൾ ഒരിക്കലും അവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ഇത് അടിയിൽ നിന്ന് പൊങ്ങി വന്നാൽ ഒരിക്കലും ആ പാറകൾ മേളിലില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 30 അടിയൊക്കെ താന്നു പോയ സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ. അങ്ങനെയാണ് ഈ ഇപ്പം അതായത് ചില ചതിക്കുഴികൾ എന്നും പറഞ്ഞ സംഭവം അതാ. ഇപ്പൊ നീന്തൽ അറിയാവുന്ന 4 ചെറുപ്പക്കാർ ഈ തർപ്പേക്കടവില് മുങ്ങി മരിച്ചു. അതായത് മണൽ വാരി അറിയാതെ കിടന്ന കുഴിയാണ്. ഇവർക്കതിൽ നിന്ന് കയറാൻ കഴിഞ്ഞു. ഇവരിങ്ങനെ പിടിക്കും തോറും അതിങ്ങനെ അടർന്നടർന്ന് അതിനുള്ളിലായിപ്പോയി. ഈ ആറ്റിനുള്ളിലെ കുഴി മണൽ വാരി വാരി എടുത്ത ഭയങ്കര കയം, 6 കയം, 6 കയത്തിൽ അവർ മുങ്ങി. അതായത് സ്വാഭാവികമായി അതുകൊണ്ട് എന്താ സംഭവിച്ചിട്ടുണ്ട്, നീന്തി കയറാൻ പറ്റിയില്ല. അവരിങ്ങനെ കരയ്ക്ക് കയറാൻ ശ്രമിക്കും തോറും ഇതിങ്ങനെ അടർന്നടർന്ന് അതിന്റെ തിട്ട പിടിക്കുന്നതുകൊണ്ടല്ലേ.
ഇല്ലാതെ വെള്ളത്തിന്റെ മേലേക്ക് പതച്ച് അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്ന് അതിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കുകയും ഞങ്ങൾ പാലായിലേക്ക് വലിയ മാർച്ച് വെക്കുകയൊക്കെ ചെയ്തു. ഇതിന്റെ പ്രശ്നം ഇത്തരം ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ആരാണെങ്കിലും പെട്ടെന്ന് വെള്ളത്തിൽ അവർ താഴ്ന്നു പോകും. എന്ത് നീന്തൽ അറിയാവുന്നവരാന്ന് പറഞ്ഞാലും ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു. ഈ പറഞ്ഞ പോലെ ഇവർ ഓർക്കപ്പുറത്ത് ഒരു കുഴിയിലേക്ക് അങ്ങ് താഴ്ന്നു പോകുന്നു. അവർ കര കയറാൻ വേണ്ടി ശ്രമിക്കുന്നു. കുറച്ച് ദൂരം നീന്തിയാൽ രക്ഷപ്പെട്ടേക്കാം. പക്ഷെ ആ സമയത്ത് ഇപ്പം ഇരാറ്റുപേട്ടയിലൊക്കെ അതുപോലെ പെട്ടെന്ന് തളർന്നു പോയാൽ ഭയം കൊണ്ട് ഇപ്പൊ പാലത്തെ നിന്നൊക്കെ ചാടി വലിയ തോതിൽ തേങ്ങ പിടിച്ച് കയറ്റുകയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ വീരന്മാരായ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊരാൾ ഇതുപോലെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു ചുഴിയിലൊക്കെ അപ്പുറത്ത് പെട്ടു. പക്ഷെ അയാൾ അതിൽ നിന്ന് പെട്ടെന്ന് റിലീസ് ആയെങ്കിലും പെട്ടെന്ന് അയാൾ ഷോക്ക്ഡ് ആയി. പിന്നെ അയാൾ നീന്താൻ കഴിഞ്ഞില്ല. ഇവർ പറയുന്നുണ്ട് നീ വാ കയറി പോരെ. പുഴയിലെ വെള്ളത്തിലെയും ഒരു പ്രശ്നം അതാണ്. ഈ തറപ്പേക്കടയിൽ സംഭവിച്ച അതാണെന്ന് തന്നെയാണ് പറയുന്നത്. ഈ കുട്ടികൾക്ക് നീന്താൻ അറിയാമെങ്കിലും പക്ഷെ അവിടെ നീന്തലറിയാം. പിന്നെ ചുഴിപ്പെട്ടു പോയാൽ നമ്മള് പെട്ടുപോകും. സാധാരണമായിട്ടുള്ള ഒരു ചുഴി അവർക്ക് അവിടെ നിന്ന് നീന്താൻ കഴിഞ്ഞില്ല അന്ന്. അപ്പം അതൊരു ചില ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞതാ. പക്ഷേ ഇപ്പൊ മണൽ ഈ പണ്ട് കാലത്ത് ഈ പറഞ്ഞത് 100% ശരിയാണ്. നമുക്ക് ആവശ്യമുള്ള മണൽ നമ്മൾ എടുക്കുന്നു, പ്രകൃതി വിഭവം നമ്മൾ എടുക്കുന്നു, നമ്മൾ വീട് പണിയുന്നു, നമ്മൾ നമ്മുടെ ജീവിത നിലവാരങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയ ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മണലെടുക്കുന്നു. പക്ഷെ ഇന്ന് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഗവൺമെന്റ് വെക്കുന്ന ഒരു 3 സെന്റ് 4 സെന്റ് ഒരു വീട് പണിയാൻ പോലും അവർക്ക് മണലില്ല, എടുക്കാനില്ല. ഒരു വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. പാറമണലോ അല്ലെങ്കിൽ പുഴമണലോ. അതെവിടെ പോയി? ആര് കൊണ്ടുപോയി? അപ്പൊ നമ്മൾ കേരളത്തിൽ അടഞ്ഞു കിടക്കുന്ന 10-15 ലക്ഷം വീടുകളെ കുറിച്ചൊക്കെ പറയേണ്ടി വരും. ഈ മറ്റത് ശരിയാണ്. പ്രകൃതിയുടെ വരദാനം പോലെ, മഴവെള്ളം പോലെ പുഴമണൽ നമുക്ക് ഉപയോഗിക്കാവുന്നതല്ലേ എന്ന് ചോദിച്ചാൽ ഗാന്ധി പറഞ്ഞതുപോലെ എല്ലാവർക്കും വേണ്ടത് ഇവിടെ ഉണ്ട്, ചിലരുടെ ആർത്തിക്കുള്ളതും കൂടി ഇവിടെ ഇല്ല എന്ന് പറയുന്ന ആ പോളിസിയിലാണ് ഞാൻ ഈ മണലിനെ മീനച്ചിലാറിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. അതായത് ആ കാലം പോയി. നമ്മൾക്ക് പ്രകൃതി തന്ന വരദാനമായ മണലിനെ എടുത്ത് വീട് പണിത് നമ്മൾ സുഖമായി കഴിഞ്ഞിരുന്ന കാലം പോയിട്ട് നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ ശേഷിയുള്ളവർ മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പൊ ഞാൻ ഈ 10-15 ലക്ഷം പേര് അടഞ്ഞിടക്കുന്നു എന്ന് പറയുമ്പം പല തരത്തിലാണ്. ഒന്നിപ്പോ എനിക്ക് എന്റെ അയൽവാസികൾ ബ്രദേഴ്സ് ആയിട്ടുള്ള 4 പേർ കോട്ടയത്ത് ഫ്ലാറ്റുകൾ വാങ്ങിയിട്ടിട്ട് അവർ പോയിട്ട് തന്നെ 5 വർഷമായി. വരുന്നും കൂടിയില്ല. വന്നാൽ തന്നെ 2 ദിവസം താമസിക്കും. അതായത് ഭാവിയിലേക്കുള്ള ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ട് വന്നാലോ എന്ന് കരുതി ഇപ്പൊ പണം ഉണ്ടാകുമ്പോൾ വാങ്ങിയിട്ട് പോവാണ്. മറ്റൊന്ന്, ടൗണിൽ താമസിക്കുന്ന പല ആളുകളും നമ്മളോട് പറയാറുണ്ട്, എനിക്ക് വാഗമണ്ണിലാണ് എന്റെ വേനൽക്കാല വീടുള്ളത്, വയനാട്ടിലാണ് മറ്റൊരു സീസണിൽ ഞാൻ താമസിക്കുന്നത് എന്ന് പറയാനുള്ള അതർ ഹൗസുകൾ. ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റ് വാങ്ങിയിട്ട് പോവാതെ തന്നെ 2 പേർക്കും 3 പേർക്കും പരിസ്ഥിതിക്കാർ സ്ഥിരമായി പറയുന്ന വാചകം അതിഭീകരമായ വീടുകൾ. ഇപ്പൊ നമ്മുടെ ഈ നാട്ടുമ്പുറത്ത് പോലെ അതിഭീകരമായ വീടുകൾ. പലയിടത്തും അമ്മ അപ്പൻ അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മ ഒരു. അപ്പൊ ഈ പ്രകൃതി വിഭവങ്ങൾ, ഈ വരദാനത്തെ നമ്മൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഈ കൂറ്റനാൽ കടവ് അവിടെ നിരന്തരമായി നമ്മുടെ പ്രവർത്തകർ കാവൽ മാടങ്ങൾ എന്ന് പറഞ്ഞ് പ്രാദേശിക സംഭവമാണ്. ആ കാവൽമാട പ്രവർത്തകർ നിരന്തരമായി പരാതിപ്പെട്ടു, പോലീസിൽ പരാതിപ്പെട്ടു, റവന്യൂവിൽ പരാതിപ്പെട്ടു. ഇവരെല്ലാം അതിനെ ഇഗ്നോർ ചെയ്തു. പക്ഷെ ഒരു പോലീസ് SIക്ക് മാത്രം കുറച്ച് ഈഗോ പ്രശ്നം ഉണ്ടായി. പുള്ളി ഇവരെ ഒന്ന് ചോദ്യം ചെയ്യാമെന്ന് വിചാരിച്ച് പിടിക്കാൻ അല്ലെങ്കിൽ കൂടിയും പുലർച്ചെ പുള്ളി വരുന്നതിന് തൊട്ട് മുന്നേ ഇവർ വെട്ടിച്ച് കടന്നു. അതിന്റെ വാശിക്ക് പുള്ളി എന്ത് ചെയ്തു? പിറ്റേ ദിവസം വളരെ നേരത്തെ വന്നപ്പോഴും ഈ ലോറി പോയി. പക്ഷെ പോലീസുകാരെ വിട്ട് നീന്തിച്ച് വള്ളം വലിച്ച് കയറ്റി കൊണ്ടുവന്നു. അപ്പൊ ആള് വന്ന വഴിക്ക് ദേഷ്യത്തിന് വഴി കണ്ട ഒരു JCB കാരനാണ് രാവിലെ എവിടെ പണിയാൻ പോവാ, എന്റെ പുറകെ വരാൻ പറഞ്ഞു. JCB കാരനോട് പൊട്ടിച്ച് കളയാൻ പറഞ്ഞു. വള്ളം തവിട് പൊടിയാക്കി കളഞ്ഞു. ലീഗലി SI മറുപടി പറയേണ്ടതാണ്, ചെയ്യത്തില്ല. പക്ഷെ ഇതിന് രജിസ്ട്രേഷൻ ലൈസൻസ് ഒന്നുമില്ല. വള്ളത്തിന് ഉടമയ്ക്കും ചെല്ലത്തില്ല. ഞാനാണ് ആ വള്ളത്തിന്റെ ഉടമ എന്ന് പറഞ്ഞ് ആദ്യം ചെല്ലത്തില്ല. പക്ഷെ SIക്ക് അത് പൊട്ടിക്കാനോട്ട് അവകാശമായി, നിയമമായി. അപ്പോ ഇങ്ങനെ ഒരു നിരന്തരം ഫൈറ്റ്. കാരണം അതാ കടവിൽ താമസിക്കുന്ന ആളാണ് തടഞ്ഞതും പോലീസിനെ വിളിച്ചു വരുത്തിയതും. അയാൾക്കറിയാം അവിടെ ആഴം ഭയങ്കരമായി വർദ്ധിച്ചിട്ടുള്ളത്.
അവരുടെ ജലലഭ്യത ഇത് ബാധിക്കും. പുഴയില്ല അതിവിടെ മീനച്ചിലാറിന്റെ ഈ ഭരണജ്ഞാനം കൂറ്റനാക്കടവേ. അപ്പൊ നമ്മൾ പറയുന്നത് മീനച്ചിലാറിന്റെ മണൽ വാരുന്നതിനെ കുറിച്ചും പ്രളയത്തിൽ വന്ന് മണ്ണും ചെളി അടിഞ്ഞിട്ടുണ്ടെന്നും അത് പിന്നെ ഫ്ലഡിന് കാരണമാവും എന്നൊക്കെ പറയുമ്പോൾ മീനച്ചിലാറിനെ പൊതുവിൽ കണ്ടുകൊണ്ട് ഒറ്റ പോളിസി എടുക്കാൻ പാടില്ല. അതിനെ ഓരോ പരിച്ഛേദമായി പരിശോധിച്ചിട്ടേ ചെയ്യാം. മാത്രമല്ല മീനച്ചിലാറ് മാത്രമല്ല, ഇവിടെയുള്ള 44 നദികളും ഓരോ നദികൾക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുണ്ട്. മീനച്ചിലാറിലും വെള്ളമുണ്ട്. ആ സമയത്ത് നമ്മൾ ഭാരതപ്പുഴയിലും പെരിയാറിലും മണൽ ആരണ്യമുണ്ട്. പത്താമ്പിയിലും അതേപോലെ തന്നെ ഒരു പൊട്ടസില് വേറൊരു ഐഡിയ മുമ്പോട്ട് വരികയാണ്. കാരണം ഇപ്പോൾ നമ്മൾ വടക്കു നോക്കത്തില്ലേ വല്ലുന്നത് ഇപ്പോൾ ലാഭത്തിലും ഭാരതപ്പുഴ, ചാലക്കുടിപ്പുഴയിൽ വെള്ളമുണ്ട്. അതേസമയം പെരിയാറിൽ വെള്ളം, പമ്പയിൽ വെള്ളം, അച്ചൻകോവിൻ്റെ ആറിൽ വെള്ളം, കല്ലടയാറിൽ വെള്ളം, അതെല്ലാം തന്നെ മണൽ വെള്ളം. ഇത്രയും നദികളൊഴുകുന്നു. ഏറ്റവും കൂടുതൽ വെള്ളം കാണാവുന്ന കൊണ്ടാണ് തിരിച്ചില്ല. പിന്നെ ഒന്ന് കടലുണ്ടിപ്പം ആഴം കുറഞ്ഞു ബാക്കിയുള്ളതെല്ലാം മണലാണ്. ഇത് വൻ മഴ ഒഴുകിപ്പോകുന്നതായിട്ടുള്ള വലിയ വെള്ളം ഒഴുകിപ്പോയി ഒരു സെപ്റ്റംബർ ഒക്ടോബർ കഴിഞ്ഞ് മെയ് മാസം വരെ ശൂന്യമായിട്ടുള്ള മഴ കുറ്റികളുണ്ട്. അത് ചുറ്റുപാടുള്ളതായിട്ട് ജനങ്ങൾ ഇപ്പോ നമ്മള് മീനച്ചില ഭാരതപ്പുഴയുടെ 60 കിലോമീറ്റർ മൊത്തമായിട്ടുള്ള ഭാരതപ്പുഴ എന്ന് പറഞ്ഞ ചുറ്റുപുഴയും തൂതപ്പുഴയും ഉൾപ്പുഴയും ചേർത്ത് ഒഴുകുന്നതായിട്ടുള്ള അവിടെ പൊന്നാനി വരെയുള്ള 60 കിലോമീറ്റർ പുഴ നമ്മൾ തേച്ചു വെച്ചു. അത് മണൽ വെള്ളം ഈ ചുറ്റുപാടുള്ളതായിട്ട് 2-3 ജില്ലകൾ പാലക്കാട് ഉണ്ട്, തൃശ്ശൂർ ജില്ല, മലപ്പുറം ജില്ലയിലെ പാർശ്വ ഇവിടെ വെള്ളത്തിന് ആവശ്യമില്ല. ഇപ്പോഴെല്ലാം മണലും ചിലയിടത്ത് ഒരു 300-400 മീറ്റർ വീതി തിരുനാവായ കുറ്റുംപുറം ആ ഭാഗങ്ങളിൽ നോക്ക് എത്രമാത്രം വീതിയുള്ളതാണ്. അവിടെ മണലും ഈ നാട്ടിൽ മണലില്ല എന്ന് പറഞ്ഞു. ഇന്ത്യയിലായാലും ബലയിലായാലും ഇവിടെയൊക്കെയാണ് എന്നോട് മണലിനാണ്. പുഴവെള്ളത്തിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പുഴവെള്ളം മറ്റേ മനസ്സിലാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരു പ്രശ്നവും പരിസ്ഥിതി പ്രവർത്തകര് വേറൊരു ലെവലിൽ ഇതിനെ എതിർക്കുന്ന ആളുകൾ പറയുന്ന ഒരു ന്യായവും ഇപ്പോ വന്യജീവികളുടെ കാര്യത്തിലുള്ള ഒരു പ്രശ്നമാണ്. അതിനെ വേട്ടയാടണം, പോപ്പുലേഷൻ കൂടുതലാണെന്ന് പറയുമ്പം ആ വേട്ടയാടാനുള്ള പെർമിഷൻ കൊടുക്കുമ്പോൾ ഇപ്പൊ തന്നെ അതിനോട് യോജിക്കുന്ന ഒരാൾ എന്നോട് തമാശയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ആളുകൾക്ക് നമ്മുടെ കൃഷിവാസയോ സ്ഥലങ്ങളിലേക്ക് വന്നിരിക്കുന്ന മൃഗങ്ങളെ വെടിവെക്കാൻ അവകാശം കിട്ടിയാൽ അവരാദ്യം പറയുന്നത് അതിവിടെ ഉണ്ടല്ലോ, നമുക്ക് പിടിക്കാം. ആദ്യം വനത്തിനുള്ളിൽ കയറും, കാരണം അത് സ്റ്റോക്കാണ്, ലൈസൻസ് ഉള്ളപ്പോഴല്ലേ പിടിക്കാൻ പറ്റുള്ളൂ എന്നൊരു തമാശ പറഞ്ഞൊരു സംഭവം. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പരിസ്ഥിതി രംഗത്ത് പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും പ്രാദേശികമായ മലയോരങ്ങളിലെ ആൾക്കാരുടെ ബുദ്ധിമുട്ടിനെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. നമ്മൾ പറയും പോപ്പുലേഷൻ കൺട്രോൾ വേണം, വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ പോപ്പുലേഷൻ കൺട്രോൾ നിർബന്ധമായും വേണം. പക്ഷേ ഇതൊരു ഓൺസ്ലോട്ട് ഹത്യയായി മാറുന്നത്, ഒരു വംശനാശത്തിനും പോകുന്ന രീതിയിലോട്ട് വിടരും. അതിന് ഗവൺമെന്റിന് ഇപ്പോൾ ഉത്തരവാദിത്വം. ഈ കൺട്രോൾ എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പോ മണലുണ്ട്, മണലെടുക്കാം എന്നൊരു പെർമിഷന് വന്നു കഴിഞ്ഞാൽ ഔദ്യോഗിക സംവിധാനം മുഴുവൻ നോക്കിയിരിക്കുകയാണ്. റവന്യൂ, പോലീസ്, ജിയോളജി മുഴുവൻ, കോൺട്രാക്ടർമാർ, തൊഴിലാളികൾ. അതൊരു വൺ സൈഡഡ് സിൻഡിക്കേറ്റ് ആണ്. മന്ത്രിമാർ തൊട്ട് ഇങ്ങോട്ട് താഴേക്ക് കൊള്ളയായിരിക്കും. അതിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ സമരം വെച്ചു, ചർച്ച ചെയ്തു വരുമ്പോഴേക്കും ഹിയറിംഗ് ആയി, അതായി, കോടതിയായി, സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നു, പിന്നെ സ്റ്റേ അപ്പോഴത്തേക്ക് സാധനം മുഴുവൻ തീരും. അപ്പൊ അത് നമുക്ക് ഭയം അതാണ്. കാരണം ലിമിറ്റഡ് ആയി പോലും അത് സാധിക്കുമെന്ന് പറഞ്ഞാൽ കൊള്ളയാണ്. ഇപ്പൊ ഇതിലെത്തി
കള്ളന്മാർക്ക് വേണ്ടിയിട്ട് കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരാണ് ഉദ്യോഗസ്ഥന്മാര് പാർട്ടിക്കാർ അവരുണ്ടാക്കുന്ന നിയമത്തെ അടിച്ചേൽപ്പിക്കണം നമ്മുടെ മേൽ. അപ്പൊ അതുകൊണ്ട് അവർ പുഴമണക്ക് വാരണം എന്ന് പറഞ്ഞാൽ വാരണം അല്ലെങ്കിൽ വാരണ്ട എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ. കാരണം അവന് മണല് കരിങ്കല്ല് കുറിച്ചിട്ട് കാശുണ്ടാക്കാം. ഈ നേതാക്കന്മാര് മക്കളാണ് ഇവൻ ഇവിടെ തിരിച്ചോറിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ വീട്ടിൽ പോകുന്ന ബഷീറിന്റെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും മക്കളും കേരളത്തിലെ ഏറ്റവും വലിയ ഇവന് ഇ പി ജയരാജന് അവൻ തന്നെയാണ് ഈ മണൽ നോക്കിയുടെ പാറമണൽ നോക്കിയുടെ പാർട്ടി. അവരുടെ ചിങ്കടികളായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകരാണ് ഈ പള്ളിപ്പണങ്ങൾ എടുത്തതെന്ന് പറഞ്ഞു. പിന്നെ ഇതിന് അന്യായമായിട്ട് ഈ വരുന്നതായിട്ടുള്ള വിലയും പിന്നെ ഇത്ര മാസം വീടുകളും നിങ്ങൾ പറഞ്ഞല്ലേ വീട് സുകുമാരി ടീച്ചറായിട്ട് 10 കൊല്ലം മുമ്പൊക്കെ പറഞ്ഞു ഇവിടെ 8 ലക്ഷം വീടുകളാണ് ആ കാലത്ത് വീടുകൾ കൂട്ടിക്കെടുക്കുന്നത്. അതുകൊണ്ട് മിച്ച വീടുകൾ പിടിച്ചെടുത്തിട്ട് നാട്ടുകാർ വീടില്ലാത്ത കൊടുക്കണമെന്നുള്ള ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അവനാരും വീട് വാങ്ങിച്ച് സ്റ്റോക്കാക്കില്ല. ഇതിനു വേണ്ടി ഈ കള്ളപ്പണങ്ങൾ ഒതുക്കിയത് വലിയ വീടുകൾ വാങ്ങിക്കുന്നതിന്റെ പിന്നിൽ കള്ളപ്പണത്തിൻ്റെതായിട്ടുള്ള ഉദ്ദേശമാണ്. രണ്ടാമത് പൈസക്കാരന് ഈ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പാവങ്ങൾക്ക് മണലില്ല കല്ലുകളില്ല. 6 ലക്ഷം വീടില്ലാത്തവരെ നാട്ടിൽ 10 ലക്ഷത്തോളം വീടുകൾ പുതുക്കപ്പെടുന്നു. അത്രയും വീടുകളുടെ ആവശ്യമുള്ള അവന് മണലില്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ ഞാൻ പറഞ്ഞ വ്യാജന്മാരാണ്. ആദ്യത്തെ ഇത് രണ്ടും നമ്മൾ പറയും. ഈ മണലിന്റെ കാര്യത്തിലാണെങ്കിലും പാറയുടെ കാര്യത്തിലാണെങ്കിലും പോലും അത് ഗവൺമെന്റിന്റെ കീഴിൽ കൊണ്ടുവരണം. ഗവൺമെന്റ് പൂളിൽ പ്രൈവറ്റ് കരാറുകാര് കോൺട്രാക്ടർമാരെ ഒഴിവാക്കിയിട്ട് ഗവൺമെന്റ് പൂളിൽ കൊണ്ടുവരണം. പാറമടയാണെങ്കിൽ പോലും മണലാണെങ്കിൽ പോലും ഗവൺമെന്റ് പൂളിൽ കൊണ്ടുവന്നിട്ട് വേണം അതിന്റെ അപ്പൊ പിന്നെ ഈ പറയുന്ന ഈ ലൈഫ് മിഷൻ പദ്ധതിയിലൊക്കെ വീട് വയ്ക്കുന്നവർക്ക് സബ്സിഡി റേറ്റിലുള്ള മണലുകളും വലിയ വമ്പൻ വീടുകൾ വയ്ക്കുന്നവർക്ക് ആവശ്യമുള്ള വീടുകളുണ്ടാക്കി ഫ്ലാറ്റുകൾ ഉണ്ടാക്കി കച്ചവടം ചെയ്ത് ബ്ലാക്ക് മണി ഒതുക്കാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റുകൾ വാങ്ങിക്കുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതിന് നിയന്ത്രണം വേണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പുഴകൾ പരിശ്രമമാണ്. കഴിഞ്ഞ കൊല്ലത്തെ പരിസ്ഥിതി അവാർഡ് വയനാട്ടിലെ ഏറ്റവും നല്ല പരിസ്ഥിതി ഓയിഷ്ക ഇന്റർനാഷണൽ അവാർഡ് ഇവിടെ ഗോപകുമാർ, കോട്ടയത്ത് ഗോപകുമാർ ഒക്കെ അതിനകത്തുണ്ടല്ലോ. എനിക്ക് ഏറ്റവും നല്ല പരിസ്ഥിതി പ്രവർത്തകർ വയനാട്ടിലെ ഏറ്റവും നല്ല പരിസ്ഥിതി പ്രവർത്തകനുള്ളത് ആദ്യകാലം മുതലേ ഉള്ള ആളെന്ന് നമുക്ക്. പക്ഷേ ഇവിടുത്തെ ഒരുപാട് പരിസ്ഥിതി പ്രവർത്തകർക്ക് ഞാൻ എതിരുവാണ്. അതായത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് പാവപ്പെടുത്തി ഞാൻ കുറച്ചധികം നിരീക്ഷണങ്ങൾ നടത്തി. പിന്നെ എൻ്റെ ഒരു കണ്ടെത്തൽ തെറ്റാകാം ശരിയാകാം. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ നോക്കിയിട്ടില്ല. ഒന്ന് ഈ ഭാരതപ്പുഴ ചർച്ച ചെയ്യാനുള്ള ജീവിതത്തെ മനസ്സിലാക്കുന്ന വിഷയം കന്നഡയാണ്. ഒരുപാട് വീതിയുള്ള പുഴകൾ മണൽ നിറഞ്ഞു. അത് മണലെടുക്കണം എന്നുള്ളത് വേറെ ഒരു കാര്യം, പരിമിതമാണ്. മറ്റൊന്ന് ഈ വീതിയുള്ള പുഴകൾ ഒരു 500 മീറ്റർ നീളം, ഒരു 200 മീറ്റർ വീതി, ഒരു 4 മീറ്റർ ആഴം എന്നുള്ള കുഴികൾ. പുഴയിൽ കുഴി, കുഴി എന്നുള്ളത് എൻ്റെ പുഴയിൽ കുളം. അപ്പോൾ 1000 1/2 കിലോമീറ്റർ 500 ഇൻറ്റു 200 ഇൻറ്റു 4 400. അപ്പൊ 4000 കുബിക് മീറ്റർ വെള്ളം ഈ പുഴത്തിൽ. ഈ വെള്ളം വേനൽക്കാലം 2 സൈഡിലേക്ക് അടിക്കുക. പാടങ്ങളിലേക്കും പറമ്പുകളിലേക്കും വെള്ളം എത്തിക്കുക. കിണറുകളിലും പാടങ്ങളിലും
ഈ ഇത് വലിയ സ്ഥലമാണ് വെള്ളം പുഴകളിൽ കുളം എന്ന് പറയുമായിട്ടുള്ള കൺസെപ്റ്റ് അതാണ്. അതിവിടെ മാത്രമല്ല, അങ്ങ് ചമ്പ മുതൽ ചമ്പൽ നദി മുതൽ കൃഷ്ണ ഗോദാവരി നദികളൊന്ന് കടന്നു പോയി നോക്കും. നിങ്ങൾ വിദേശത്ത് യാത്ര ചെയ്യുന്നില്ല, ഇന്ത്യമാരായി ഈ മണൽപ്പുഴകളിൽ കാണുന്നു വെള്ളമില്ലാതെ കരയുന്നതായി 3 ലക്ഷം ഗ്രാമങ്ങളാണ്. അവർക്ക് വെള്ളമില്ല, പക്ഷെ വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്നതായിട്ടുള്ള നാടുകളിലാണ്. അപ്പൊ ഇതിന് ഒരു പുതിയ ചിന്ത നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് ആലോചിക്കും. കർഷകർ നേരിട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ ഏൽപ്പിക്കുന്നു. നമ്മളത് വിറ്റിട്ട് അവർ കൊണ്ടുവന്ന് വെക്കുന്നു, നമ്മൾ വിറ്റിട്ട് കാശ് കൊടുക്കുന്നു. അപ്പം ബാക്കിയുള്ള കർഷകരുടെ കാട്ടിലും കടകളിലെ കാട്ടിലും കർഷകർക്ക് കൂടുതലായിട്ടും ലാഭം കിട്ടുന്നത് നല്ല സാധനം വിഷം ചേരാത്ത നല്ല സാധനങ്ങൾ കിട്ടും. ഇതെല്ലാം വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളും വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളുമാണ്. അപ്പം എല്ലാ കർഷകർക്കാണെങ്കിലും ഒത്തിരി ഗുണമുള്ള സാധനം അതുകൊണ്ട് ഉൽപ്പന്നങ്ങളെല്ലാം കിട്ടും. അപ്പം വിഷം ചേരാത്തതായതുകൊണ്ട് നാട് സാധനങ്ങളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആൾക്കാർ പെട്ടെന്ന് വന്ന് വാങ്ങിക്കുന്നു, മേടിച്ചു പോകുന്നു. രാവിലെയൊക്കെ ആണെങ്കിലും ഉണ്ടായിരുന്നു, സാധനങ്ങളുണ്ടായിരുന്നു. ഇത് ചക്ക ഉണങ്ങിയത്, ഇത് ബാക്കിയെല്ലാം മില്ലറ്റ്സുകളാണ്. ചക്ക ഉണങ്ങിയത് മില്ലറ്റ്സുണ്ടാകും. അതിന് കിലോ 500. എന്റെ പേര് ലിസി. ഇതിന്റെ പുള്ളിയുടെ വിൻഡോ മാനേജറാണ്. ഇങ്ങനെ എത്ര വിൻഡോസ് ഉണ്ട്? ഇങ്ങനെ 4 വിൻഡോസ് വരുന്നുണ്ട്. എവിടെയൊക്കെയാ? മലയിഞ്ചിപ്പാറ, അരുവിക്കച്ചാല്, ഇവിടെ ഇനി ഒരെണ്ണം പുതുതായിട്ട് തുടങ്ങുന്നുണ്ടെന്ന്. വിൻഡോ ആയിട്ടുള്ളത് 3 എണ്ണം. പുള്ളിയുടെ ഓഫീസാണ്. ഇതെന്തൊക്കെ വിത്തുകള്? ഇത് പയറിന്റെ പനമ്പല പയറ്, 15 മണി പയറ്, കടപ്പയറ്, പിന്നെ നാരില പയറ്, ആനക്കൊമ്പൻ വെണ്ട, നാടൻ വെണ്ട, വാളരി, പച്ചമുളകിന്റെ ഐറ്റംസ്, കുക്കുംബർ, പിന്നെ എല്ലാ സൈസ് വിത്തുകളും ഈ കൂടെ തന്നെ ഉണ്ടത്. പാക്കറ്റിന് 20 രൂപ. ഇത് പൂവരണി ബക്കച്ചൻ സീഡ് ഫാമിൽ നിന്ന് വരുന്ന ഉണ്ടാകുന്നത്. പിന്നെ ഇവിടെ തൈര്, പാല് എല്ലാം നമ്മൾ ഈ ഐസ് ബോക്സിനകത്ത് ഇതെല്ലാം തന്നെ ഒതുക്കുന്നത്. സന്തോഷം. അടുത്ത ഇതോട് ഞാൻ വരുന്നുണ്ട്. തീർച്ചയായും.